അല്ലെങ്കിൽ ഈ ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ നടന്നതെന്നല്ല ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളൊക്കെ കണ്ടൻറ്റാവും. ഒരാൾക്ക് ഒരു 50 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറൻ്റെ മുമ്പിലല്ലാതെ ഒരാൾക്ക് 100 രൂപ കൊടുക്കുന്നത് ഞാൻ ഇന്നേ വരാണ്ടില്ല. മനസ്സിലായോ? നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ച് ഒരു 2 കടിയോ 3 കടിയോ കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൻ റാംബോനെയോ മുനുവിനെയോ ഇവരാണ് ഓൻ്റെ ഫിനാൻഷ്യലോ ഈ പറഞ്ഞ പോലെ പൈസൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ. ഓൻ അവരെ തെറി വിളിക്കും. മനസ്സിലായോ? നമ്മൾ 2 കടി കൂടുതൽ എടുത്തതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഇതാക്കിയതിന് ഓന് തെറി വിളിക്കും. നമ്മളല്ല വിളിക്കുക റാംബോനെയോ തൊപ്പീനെയോ നമ്മളെ മുമ്പിൽ വെച്ച് തെറി വിളിക്കും. എന്ത് ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് പൈസ ചിലവാക്കാൻ അറിയണോടാ, അല്ലാണ്ട് കണ്ട ഇവന്മാർ വാങ്ങി തിന്നതിനുള്ള പൈസ കൊടുത്തിട്ട് വരാനല്ല നിന്നെല്ലാം ആക്കിയതെന്ന് പറയും. മനസ്സിലാവും? അതൊക്കെ ഓൻ്റെ എന്താ പറയുക, ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ പറഞ്ഞ പോലെ ഓന് നമ്മളെല്ലാവരെയും പോറ്റുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കിടക്കാനൊരു സ്ഥലവും തരുന്നുണ്ട്, നമുക്ക് കഴിക്കാൻ 3 നേരം ഫുഡും തരുന്നുണ്ട്. ഫുഡ് 2 രീതിയിലാണെങ്കിൽ പോലും ഓൻ തരുന്നുണ്ട്. മനസ്സിലാവും? അത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇതിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൻ പല ആൾക്കാരോടും പലതും ചെയ്തിട്ടുണ്ട്. ഈവൻ അച്ചായനോട് പോലും, അച്ചായൻ്റെ ഇതായപ്പോൾ പോലും ഓൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലും ഞാൻ വിചാരിച്ചു എന്നോടല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളോടല്ലല്ലോ, നമ്മളൊരു ഫാമിലി അല്ലേ, നമ്മൾ ഓൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഓൻ്റെ കൂടെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളോട് അങ്ങനെ ഓൻ ചെയ്യൂലല്ലോ. എന്നോടങ്ങനെ ഒരിക്കലും ഓൻ ചെയ്യൂലല്ലോ, എന്നോട് അത്രയും ബോണ്ടുള്ളതല്ലേ, എന്നോടങ്ങനെ ഓൻ ചെയ്യൂലല്ലോ. അങ്ങനെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കാറില്ല ഗൈസ്. ഞാൻ ആടെ സ്റ്റക്കാ. മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കാറ്. ഓൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഓൻ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ പൈസ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. മനസ്സിലാവും? ഓന് വീട്ടിൻ്റെ ചിലവ് ചുരുക്കേണ്ട ഭാഗമായിട്ടും നമ്മൾ അധികമായിട്ട് ചിലവാക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പിയുള്ള ആൾക്കാരാണെങ്കിലും 5 ഉറുപ്പ്യ ലാഭിക്കാൻ പറ്റുന്നിടത്ത് ലാഭിക്കാൻ നോക്കും. നമ്മൾ മലയാളികളാണ്. മനസ്സിലാവും? അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അൺടിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ പെങ്ങളുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ 2 ദിവസം മുമ്പ് അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ശരിക്കുള്ള ഇത് ഇവൻ നമ്മളോട് മാത്രം ഇതുള്ളതല്ല, എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. ഇതും ഞാൻ കാണാൻ പറ്റും. ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മമ്മൂനെ തൊപ്പി ഇത് ചവിട്ടുന്നത്. മനസ്സിലായി? ഇവൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ എന്തോ പ്രൊമോഷൻ ചെയ്യാനോ എന്തോ പറഞ്ഞപ്പോഴാണ് ചവിട്ടുന്നത്. അപ്പം ഇവൻ മുമ്പിലുണ്ട് ഗൈസ്. മനസ്സിലാ? ഇവൻ മുമ്പിലുണ്ട്. ഇവൻ ചിരിക്കാം. മനസ്സിലാ? തൊപ്പി എന്താ പറയുക, ദേഷ്യത്തിൽ നിന്ന് ഇവനെ ഇതാക്കുമ്പം മമ്മൂനെ മുഖത്ത് ചവിട്ടുന്നതുകൊണ്ട് ഈ നാറ് ചിരിക്കുക ചെയ്തത്. മനസ്സിലാ? അതെനിക്ക് കൊള്ളും. കാരണം എൻ്റെ കൂടുള്ളവരാ ഞാൻ അങ്ങനെ കാണുന്നവനാ. അപ്പം എനിക്കത് കൊള്ളും. മനസ്സിലാ? അപ്പോൾ ആ പറഞ്ഞ പോലെ അങ്ങനത്തെ അവൻ ഈ പറഞ്ഞ പോലെ ഈ വലിയ നന്മയും ഇതും പറയുമ്പം എനിക്കറിയാം ഓൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു വീടെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൊച്ചിയിലേക്ക് മാറി ഇവിടെ ഒരു വീടെടുത്ത് ഞാൻ വന്നു. അത് ഞാൻ പിന്നെ പറയാം. അത് വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇവർ പറയട്ടെ. ഇവർ ചിലപ്പോൾ നാളെ ഇതിനൊക്കെ പല ഇതുകളും കണ്ടുവരും. മനസ്സിലായി? ഇവർ നാളെ ഇതൊക്കെ പഠിച്ച് ഇവർ 10-50 ആൾക്കാർ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കിയിട്ട് ഇവരൊരു വരുത്ത് വരാനുണ്ട്. എന്തൊക്കെയോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു വരുത്ത് വരും. അപ്പോൾ അവർ വരട്ടെ. അപ്പോൾ എന്നിട്ട് ഞാൻ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെയും കൂടി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. അതങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഞാനാണ് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് റാംബോക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ റാംബോക്കും എനിക്കും ഒരേപോലെ വിഷമം ഉണ്ടായിട്ടുണ്ട്. റൂമിൻ്റെ പുറത്ത് ഞാൻ റാംബോനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, റാംബോ നമ്മൾ കൂട്ടത്തിലുള്ള ഒരുത്തനാണ്, ഓനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, നീ പറഞ്ഞേ പറ്റൂ. കാരണം നമുക്കത് പറയാനുള്ള ഇതോ ഒന്നും ഇല്ല. മനസ്സിലായി? ഫോർച്യൂണർ ഓണർ ഞാനാ.
അത് എന്നെ ഇതാക്കുമായിരുന്നു. ഈ ഒരു ബിനാമി വേണമല്ലോ, ഈ പറഞ്ഞ പോലെ വണ്ടി എന്തെങ്കിലും മുമ്പത്തെ വണ്ടി പിടിച്ചതെന്തോ ഡ്രഗ്സിൻ്റെ കേസിലാണ് വണ്ടി പിടിച്ചത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പിടിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് എന്തെങ്കിലും പറ്റിയാലോ ഈ പറഞ്ഞ പോലെ അത് എന്നെ അല്ല ബാധിക്കത്തുള്ളൂ, ഓനെ ബാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ബിനാമിയായിരുന്നു അതിൽ ആടി ഞാൻ പൊട്ടനായി. ആടി ഞാൻ പറ്റിക്കപ്പെട്ടു, മനസ്സിലായോ? ആടി ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ ആദ്യം മമ്മൂനെ വിളിക്കട്ടെ, മമ്മൂനെ വിളിക്കട്ടെ. മമ്മോ മമ്മോ ലൈവും കണ്ടാടി ഇരിക്കുന്നുണ്ടാവും സ്റ്റെപ്പിൻ്റെ അടുത്ത്. ഇതൊക്കെ കൊണ്ടാണ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഗെയിമിൻ്റെ പേരിലല്ല ഞാൻ ആരുമായിട്ട് ഇതായത്. ഒരു ഗെയിമിൻ്റെ പേരിൽ അടിയുണ്ടാക്കാനും മാത്രമുള്ള മണ്ടനല്ല ഞാൻ, മനസ്സിലായോ? എൻ്റെ കൂടെയുള്ളവരെ പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞാലോ എനിക്ക് കൊള്ളും. അതിൻ്റെ പേരിലാണ് അത്രയും ക്രൂരത അവർ ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും ഹെയ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓനൊക്കെ ഞാൻ പറയുന്നതും, മനസ്സിലായോ? ഓനൊക്കെ ബാക്കിൽ അമ്മാതിരി വിഷമുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മാതിരി കാര്യങ്ങൾ വന്ന് പറയുന്നത്. അതെനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു, മനസ്സിലായോ? അല്ലാതെ വെറുതെ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞു. ബ്രദർ, ഹെയ്റ്റ് ഞാൻ തന്നിട്ടില്ല, മനസ്സിലായോ? ഹെയ്റ്റ് ഞാൻ തരും, മനസ്സിലായോ? ഹെയ്റ്റ് ഞാൻ തരും. അതെന്താ ഹെയ്റ്റ് എന്താന്നുള്ളത് ബ്രോക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലായോ? ബ്രോക്ക് എന്തോ ചീന്നാക്കിയാൽ അത് കൊണ്ടുപോയിട്ട് ഒരു ലൈവ് എടുത്തിട്ട് അതിന് കുറ്റം പറയാലാണ്ട് ഹെയ്റ്റ് എന്താന്ന് ബ്രോ അറിഞ്ഞിട്ടില്ല. അത് ഞാൻ അറിയിച്ചു തരാം, മനസ്സിലാവും? ഈ പറഞ്ഞ എൻ്റെ കൂടെയുള്ളവനെയും ഇതിലും നീ ഓനടിക്കുന്നത് കണ്ടപ്പോൾ നീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഹെയ്റ്റ് എന്താന്ന് ഞാൻ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം, മനസ്സിലായോ? ആ അയ്യോ വർക്ക് ചെയ്യുന്നില്ല എന്തോ. അത് കുഴപ്പമില്ല, ഇതിൽ പറയാം. സ്ക്രീന് വലുതാക്കാനോ? എല്ലാവർക്കും പറയാനുണ്ട്, എല്ലാവരും പറയും. ഇപ്പൊ തൽക്കാലം ഞാനും മമ്മും ഇതായിക്കോളാം, ബാക്കി നമ്മൾ ഓരോരുത്തരായിട്ട് ഇതായിക്കോളും. എന്താ ഇവിടെ പുതുങ്ങാനാണോ നീ പറഞ്ഞില്ല? കൊറേ കാലം പുതുങ്ങി നിന്നല്ല, അതിന് കിട്ടിയല്ലോ. ഏട്ടനെല്ലാം പറഞ്ഞ് കൂടെ ഉണ്ടായവനെല്ലാം അടിച്ചു തന്നല്ലോ. നമുക്ക് തോന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് ഓമ്പിക്കുന്നുള്ളൊരു സാധനം. മമ്മു ഐഫോണ്, മമ്മു ഐഫോൺ. നിനക്കെന്തോ പി സി മേടിച്ചു തരാം, നിനക്കെന്തോ ഐഫോൺ മേടിച്ചു തരാം. അതെവിടെ പി സി? എവിടെ പി സി? പോയിട്ട് എടാ, പി സിനെക്കാട്ടിയും ഏറ്റവും ഇതാണ് ഒരാൾക്കുള്ള ഒരു മൊബൈൽ. അതായത് എന്നോട് അധികം ചെയ്യാൻ പറയല് IR ഇതാണ്. അപ്പം IR ഞാൻ ഈ പൊട്ടിപ്പൊളിന ഫോണിലാണ് ഞാൻ IR ചെയ്യുന്നത്. മമ്മൂൻ്റെ ഫോൺ എൻ്റെ ഫോൺ അതാടാ, എൻ്റെ അപ്പുറത്ത് തന്നെ. ഞാൻ എന്തിനാ കള പറയുന്നത്? കള പറഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത്? ബാങ്ക് ബാലൻസ്. എന്താ ബാങ്ക് ബാലൻസ്? എനിക്കിതൊന്നും എടാ, ബാങ്ക് ബാലൻസിലൊന്നും ഇല്ല. അതിന് സാലറി വേണ്ടേ? സാലറി ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട് കുക്കായിട്ടാണ് ഞാൻ MRS എന്നുള്ള ഗ്യാങ് ഇല്ല അന്നേരം ഓൻ്റെ അപ്പുറം ഞാൻ പോയത്. തൊപ്പി എന്നുള്ളൊരു സംഭവമേ അല്ലാണ്ട് MRS ഗ്യാങ് എന്നുള്ളൊരു സാധനം വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട്, ഞാൻ അധികം കൊണ പറയുന്നില്ല, ഞാൻ കുറച്ച് ഇതാക്കാം. ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോയി. കുക്കിന് ശമ്പളം ഉണ്ട് പറഞ്ഞ അന്നത്തെ ബാങ്ക് ബാലൻസിന്റെ മറ്റു സംഭവം അവർ ചോദിക്കുന്നത്. നീ ഒരിക്കൽ 45,000 എന്തോ ലൈവ് കാണിച്ചില്ലേ? ഞാനടക്കം വിശ്വസിച്ചത് അത്. ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലെന്തോ നാട്ടിലുണ്ട്, കണ്ണൂരെന്തോ. നിങ്ങൾ മാത്രല്ല, കാരണം എന്റെ ഉമ്മ പോലും വിശ്വസിച്ചു. 45,000 പിറ്റേന്ന് ഉമ്മ വഹിക്കുന്നത് 45,000 ഇല്ല, എന്താ പൈസ അയക്കാത്തേന്ന്. കാരണം ഓന്റെ പൈസയാടാ. എനിക്ക് 2-3 ദിവസം മുമ്പേ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബാങ്ക് ബാലൻസ്. ഇതിപ്പോ ഓൻ പറഞ്ഞാണ് ഇങ്ങനെ ഇവര് ചോദിക്കുമ്പോ എന്തായാലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓൻ തന്നെ ആരോടോ അങ്ങ് അയപ്പിക്കും. കാരണം ഓനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല, എന്തോ ടാക്സ് എന്തോ ഇതില്ലോണ്ട്. അപ്പോൾ ഓന്റെ പൈസയും ഓന്റെ പ്രൊമോഷന്റെ പൈസയെല്ലാം കുറച്ച് അനക്ക് അയക്കും. ബാക്കിയുള്ളവർ കുറേ ഉണ്ടാവും, കുറേ ആൾക്ക് ഓനക്ക് അയക്കും. അതായത് ഓന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഇതാണെന്തല്ലോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ അയച്ച പൈസയാണ് ആ 45,000 എന്നുള്ള ഒരു സാധനം. ഞാൻ ഗൂഗിൾ പേന്റെ മൊത്തം ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ പേ അതായത് നമ്മൾ അയച്ചു കൊടുത്ത സംഭവം ഒരു ഇതുണ്ടല്ലോ, ഗൂഗിൾ പേ എന്നുള്ളൊരു സാധനം. അപ്പൊ അതൊരിക്കലും ചതിക്കൂലല്ലോ നമ്മൾ. അപ്പൊ തെളിവായിട്ട് അതുണ്ട്. സ്ക്രിപ്റ്റ് എന്ത് സ്ക്രിപ്റ്റാണ് മൊത്തം. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ.
നമ്മൾ ആടാ എടാ അവർക്ക് അങ്ങനെ തോന്നൂടാ, കാരണം അവരൊരു 3 വർഷം ഒരാളെ അങ്ങനെ കണ്ടു, അവരെ എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടു, അങ്ങനെ ആരാധിച്ചു, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആടാ എടാ അവർക്ക് അങ്ങനെ തോന്നൂടാ, കാരണം അവരൊരു 3 വർഷം ഒരാളെ അങ്ങനെ കണ്ടു, അവരെ എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടു, അങ്ങനെ ആരാധിച്ചു, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് പെട്ടെന്ന് അവരുടെ കൂടെയുള്ള ആൾക്കാർ വന്ന് പറയുമ്പോ അവർക്ക് അത് തോന്നും. ഇല്ല, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ നോക്കണ്ട, അവർക്ക് അങ്ങനെ തോന്നും. അത് സത്യം തെളിയുന്നവരെ അവർക്ക് തോന്നും, അത് അവർക്ക് തോന്നിക്കോട്ടെ, ആ ഡൗട്ട് അവർക്ക് ഉണ്ടായിക്കോട്ടെ. ഡോട്ട് ഓക്കെ. ഇത് എല്ലാ എന്തെങ്കിലും കോൺട്രവേഴ്സി എന്തായാലും സ്ക്രിപ്റ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ മനുഷ്യന്മാരാണ്. കാരണം നമ്മൾ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കണം. ഏ നമ്മൾ ആടെ അനുഭവിച്ച കാര്യങ്ങൾ, അതായത് ആടെ അത്രയും നിന്നിട്ട് നമ്മൾ അനുഭവിച്ച എന്ത് 4-5 പ്രൂഫാണോ നിനക്ക് വേണ്ടത്? ഓനോന്റെ എന്ത് വീട്ടിൽ proof പോയിട്ട് ഓനോന്റെ Guys, വീട് കാണിച്ചു തരും, 3 വർഷമായിട്ടുള്ള. അതിന്റെ അപ്പുറത്തോട്ട് എന്താടാ നിനക്ക് proof എന്ന് പറയുന്നത്? പ്രൂഫും എല്ലാം 3 വർഷമായിട്ട് ഓന്റെ കൂടെയുള്ള കോടീശ്വരനായ തൊപ്പി എന്ന് പറഞ്ഞ BMW ഫോർച്യൂണറും 4-5 കാറും വീടും ബംഗ്ലാവും ഇത് പറഞ്ഞ ലക്ഷക്കണക്കിന് ഉറുപ്പിയും കോടിക്കണക്കിന് ഉറുപ്പിയും ഉണ്ടാക്കുന്ന തൊപ്പീന്റെ കൂടെ 3 വർഷമായിട്ടുള്ള ഇവന്റെ വീട് ചോർന്നൊലിക്കുക എന്ന് പറഞ്ഞിട്ട് അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട് അത് നിനക്ക് ഇവൻ കാണിച്ചു തരും. മനസ്സിലാ? ഇവനത് കാണിച്ചു തരും. ഇവൻ കണ്ണൂരിൽ പോയിട്ട് നിനക്ക് നാളെ ആ വീഡിയോ അപ്ലോഡ് ആയിട്ട് നിങ്ങൾക്ക് അത് കണ്ണി കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇവന്റെ വീട് ചോർന്നൊലിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമോടാ? ബുദ്ധിയില്ലാത്ത മൊണ്ണകളെ, ഇത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ എന്തോ ഇവർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട്. ഞാൻ തെളിവ് മൊത്തം കാണിച്ചെന്നാ പോരെ. കാരണം ഇത്ര കൊല്ലം ഓക്കെ നിങ്ങളെല്ലാം മനസ്സിൽ, അതായത് ഒരു ഓഡിയൻസ് ഓക്കെ നിങ്ങളെല്ലാം കാണുന്നത്, കാരണം തൊപ്പിക്ക് ഇത്രയും പൈസയുണ്ട്, തൊപ്പി ഇവരെല്ലാം പോറ്റി വളർത്തുന്നുണ്ട്. അപ്പം മമ്മൂന്റെ ഗെയിമിൽ എത്ര ഉണ്ടാവും? കാരണം മമ്മു ആണ് ഇവരെക്കാട്ടി മുന്നേ വന്നത്. അപ്പം മമ്മൂന്റെ ഗെയിമിലും പൈസ ഉണ്ടാവും. അപ്പൊ ഓന്റെ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇവനോട് ചോദിച്ചു, നീയാതെ ഞാൻ എൻ്റെ വീട്ടിന്റെ അവസ്ഥ ഇതെല്ലാം ഞാൻ അങ്ങ് കാണിച്ചു കൊടുക്കട്ടെ, അതായത് ആൾക്കാരിൽ അറിയട്ടെ. കാരണം പിന്നെ മമ്മൂന്റെ വീട് എല്ലാവരും കാണട്ടെ, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഓൻ പറഞ്ഞ ഒരു വാക്കാണ്, പൊന്നു മമ്മു ദയവ് ചെയ്ത് നിന്റെ ആ പൊട്ടിപ്പോളിന്റെ വീട് കാണിക്കല്ലേ, കാരണം അനക്ക് നാണക്കേടാണ്. ഉമ്മ സത്യമായിട്ട് പറഞ്ഞതാ. ഞാൻ ഇപ്പൊ ആക്ടിങ് ആണ് മറ്റേതാണെന്നും പറയുന്നുണ്ടാവും. ഞാൻ അനുഭവിച്ച കാര്യം, അതായത് ഞാൻ എത്ര കാലം അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ എത്ര കാലം എന്നെ അടിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം എനിക്ക് പറയണമെന്ന് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. കാരണം ഞാൻ അത്രയും ആടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കാര്യം പറയാം, അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓക്കെ, കുളിസീന്റെ വിഷയത്തിൽ ആ കരച്ചിലും പിടിച്ചില്ല, ഞാൻ എന്തിനാ കരയുന്നത് കേസ്? ഞാൻ കരുതുന്നത്, ഞങ്ങൾക്ക് കരയണമെന്ന് തോന്നി. ഞങ്ങൾക്ക് ആൾക്കാരോട്, ഞാൻ കുളിസീന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ആൾക്കാരോട് പറയണമെന്ന് ഉണ്ടായിട്ടുള്ളൂ, ഗെയ്സ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഇങ്ങനെ ആയിട്ട്. പക്ഷെ കരയാനെല്ലാം പ്രേരിപ്പിച്ചത് ഈ തൊപ്പി എന്നുള്ളൊരു വ്യക്തിയാണ്. നിഹാദ് എന്ന് പറഞ്ഞവനാണ് എന്നോട് കരയിപ്പിച്ചു. നീ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അത് എന്തിനാ കരഞ്ഞിട്ട് വെറുതെ എന്തിനാ സ്ക്രിപ്റ്റ് ചെയ്തെല്ലാം ആക്കുന്നത്, ഞാൻ കരയാണ്ട് തന്നെ പറയാം. ഓൻ തന്നെയാണ് അതും കരയിൽ എന്ന് പറഞ്ഞ മുളകെല്ലാം കണ്ണിലിട്ടിട്ടാണ് കരയുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും ഇപ്പോ ഇതാന്നല്ലോ ട്രെൻഡ്, ഇതായി ഇപ്പൊ ഷഡ്ഡീന്റെ പേരിലാണ് ഇപ്പോ ഇതാക്കുന്നത്. എടാ കൈയിട്ടുണ്ടടാ, ഷഡ്ഡി അലക്കിയിട്ടുണ്ടടാ, മൊത്തിക്ക് അടി കൊണ്ടിട്ടുണ്ടടാ, മൂക്കിനും മുഖത്തും ചവിട്ട് കൊണ്ടിട്ടുണ്ടടാ. അതിലത്തൊന്നും വിഷമമില്ല. കാരണം കൂട്ടത്തിൽ ഒരുത്തൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ളൊരു വിഷമമില്ലേ, അതാർക്കാണെങ്കിലും വരും. പുറത്ത് കാണുന്ന നിങ്ങള് ഹാപ്പിനെസ്സും ആടെ സന്തോഷവും അടിപൊളിയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചേതാണെന്നത് നിങ്ങള് കണ്ടറിഞ്ഞ് നോക്കുക. അതായത് ഈടെ സംഭവിക്കുന്ന എന്താ, അതായത് നമ്മൾ ഈടെ കൂട്ടത്തിൽ എന്താ നമുക്കേ അറിയും. നമ്മളെ അനുഭവിച്ചിട്ടുള്ളൂ. അല്ല, ബാക്കി അവര് ഈ പറഞ്ഞ പോലെ തൊപ്പീന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം, റാംബോന്റെ ഭാഗം നിങ്ങൾ, നമ്മളെ ഭാഗം മാത്രം നിങ്ങൾ അവരും കേക്ക്. മമ്മൂ ഡാൻസ് സീരിയസ്, ഞാൻ പറയുന്നത് നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. മൂവി പേയ്മെന്റ് എന്താ ഞാൻ വാങ്ങി? മൂവി പേയ്മെന്റ് ഞാൻ അഭിനയിച്ച, ഞാൻ ഒരു കാര്യം പറ്റേ കേസ്, ഞാൻ പറയുന്നത് അതും കൂടി തട്ടിയെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇതെല്ലാം അങ്ങനെ അന്നേരം നമ്മളെല്ലാരും കൂടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ പേയ്മെന്റ് എല്ലാം വാങ്ങിയത്. മൂവി പേയ്മെന്റ് ഞാൻ അഭിനയിച്ച, അതായത് ഞാൻ ആ സിനിമയിൽ എത്ര മിനിറ്റ് ഉണ്ടോ, എത്ര മണിക്കൂറുണ്ടോ, ആ പൈസ എനിക്ക് കിട്ടണം. അതല്ലാണ്ട് തൊപ്പിക്കല്ല കിട്ടുന്നത്. തൊപ്പി അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഓനിക്ക് ആ പൈസ കിട്ടുമോ? ഓനിക്ക് പൈസ ചോദിച്ചു വാങ്ങല് ഇതാണ്. അല്ലാണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് അഭിനയിച്ചു, ഞാൻ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടു, വേറും വേലും ഇതും എന്തെല്ലോ കുറെ സിനിമയിൽ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പെട്ട പൈസ ആ തൊപ്പിക്കാണോ വേണ്ടത് അതോ അനക്കാണോ വേണ്ടത്? അത് നിങ്ങൾ തന്നെ പറ. ആ തൊപ്പിക്കാണോ നിങ്ങൾക്കാണോ?
ഓരോ ഇനാഗ്രേഷൻ ഓക്കെ ഓരോ ഇനാഗ്രേഷന് പോകുന്നുണ്ട്. ഓരോ ഇനാഗ്രേഷന് പോകുന്നുണ്ട്. ഞാൻ മമ്മൂന് ഇത്ര കൊടുക്കണം, ജാസിക്ക് ഇത്ര കൊടുക്കണം. കാരണം ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷൻ ആണല്ലോ. അപ്പൊ ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷന് അത് ജാസിന്റെ ടൈമിലുണ്ട് കേട്ടാ. ജാസി പറഞ്ഞു തരും ആ കാര്യങ്ങള്. അതായത് മമ്മൂന് ഇത്ര കൊടുക്കണം, ഷെമീറിന് ഇത്ര കൊടുക്കണം, മറ്റോനിക്ക് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കണമെന്നല്ലേ പറയുന്നുള്ളു. ആർക്ക് കിട്ടി? ഒരു ഉറുപ്പ്യ കിട്ടിയ ബന്ധം എനിക്കില്ല. ഒരു ഉറുപ്പ്യ കിട്ടിയേ, അതും ഞാൻ മാസത്തിൽ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും, നീ അത് ഇരക്കണം ഒരു 3 ദിവസം മുന്നേ അങ്ങ് ഇരക്കണം, നീ അത് ഒന്ന് ഒരു 3000 ഉറുപ്പ്യെങ്കിലും തരുമോ, ഒന്ന് വീട്ടിൽ ഉമ്മാക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരക്കണം, എന്നാലേ തരൂ. അല്ലാണ്ട് ഒരു ഉറുപ്പ്യ ഇങ്ങോട്ടേക്ക് മമ്മൂ നിന്റെ വീട്ടിൽ കൊടുക്കുക ഒരു 5000 ഉറുപ്പ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല കേസ്. ഇതുവരെ ഓൻക്ക് അൾട്ടിമേറ്റ് പൈസ ആയിരിക്കും. ഓൻക്ക് അൾട്ടിമേറ്റ് പൈസ ആയിരിക്കും. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ് പൈസ അല്ല, നമുക്ക് ജീവിക്കാൻ പൈസ മതി. അതന്നെ. പക്ഷെ ഒന്നുമില്ലെങ്കിലും കൂടെ നിന്ന് കോമാളിത്തരവും ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഷഡ്ഡിയിട്ട് തുള്ളിന്ന്. അവന് ആ ഷഡ്ഡിയിട്ട് തുള്ളിയതിന്റെ പൈസയെങ്കിലും തരണ്ടേ? ഇല്ലല്ലോ. നമ്മളും അതിലത്തെ എഫേർട്ട് എടുക്കുന്നുണ്ട്. തൊപ്പി നിങ്ങളെ ഇത്രയും വലിയ സംഭവത്തിലേക്ക് എടുത്തിച്ചു. ഓക്കെ, ഓൻ ഫെയിം ഇതെല്ലാം തന്നു. ബാക്കി ആരും എഫേർട്ടാണ്? അൻ്റെ ഇവൻ്റ് ബാക്കി എല്ലാവരും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അല്ലാണ്ട് നമ്മൾ ഇതേപോലെ ബുദ്ധിങ്ങിയിട്ടാണോ ലൈവില് വന്നത്? ഓക്കെ, ഇപ്പം മൊത്തം ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് ഔട്ടാണ്. ഓക്കെ, ഞാൻ ഒന്നും പറഞ്ഞു, ഫീൽഡ് ഔട്ടാണ്. ഇങ്ങനെ കളിയാക്കുന്നവർ മറ്റേതാക്കുന്നവർ എല്ലാം ഓക്കെ ഫീൽഡ് ഔട്ടാണ്. എടാ ഫീൽഡ് ഔട്ടായ നമുക്ക് ഞാൻ ലൈവ് തന്നെ ചെയ്യാത്തത് വെച്ചാൽ ഈ ഒറ്റൊരു മനസ്സിനൊരു ഇതില്ലടാ. ഞാൻ പറഞ്ഞത്, ഞാൻ യാത്രയെല്ലാം പോകുന്നവർ. കാരണം ആൾക്കാരോട് പറയാനും പറ്റൂലല്ലോ, പൈസ ഒന്നും ഇല്ലാന്ന് പറയാനും പറ്റൂലല്ലോ. കാരണം ഇവിടെ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ നമ്മളെ. അപ്പൊ അത്രയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഗ്യാങ് ഹൗസിന്. വിഷമവും. കാരണം എല്ലാ ബർത്ത്ഡേക്കും ഓരോരാൾക്ക് ഇങ്ങനെ ഗിഫ്റ്റും, അതേപോലെ ഓരോരാൾക്ക് PC, ഓരോരാൾക്ക് എന്തെല്ലോ. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞാൽ മൊത്തം അടിപൊളിയായിട്ട്, അതായത് ലൈവ് തന്നെ ഉണ്ട് അതന്നെ. അതായത് അടിപൊളി DJ പാർട്ടിലായിട്ടുള്ള ഒരു ഇതാണ് PC. എന്നിട്ട് എവിടെ PC എവിടെ ഒന്ന് കണ്ടോട്ടാ. ജാസിക്ക് ഒരു PC അല്ല ജാസിക്ക് ഒരു PC അടിക്കലടാ പൊട്ടാ. അങ്ങനെ എന്തോ അവൻ അതിന് ക്യാപ്ഷൻ എന്തോ കൊടുത്തതെന്ന് തോന്നുന്നു. ജാസി ബർത്ത്ഡേ അങ്ങനെ എന്തോ ഇതാ കൊടുത്തതെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഇത് ജാസി ബർത്ത്ഡേ എന്ന് അടിച്ചാ മതി. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ഉണ്ട്, ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ട്. ഇത് ജാസി ബർത്ത്ഡേ പാർട്ടി സ്ട്രീം. മുനുവിന്റെ ഓഡിയോ അത് വെച്ചുതരാം. ഡബിൾ സ്ക്രിപ്റ്റ് വിശ്വസിക്കണം. അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെ ഒരിക്കലും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കല്ലേ, അതുപോലെ അവരെയും വിശ്വസിക്കല്ലേ. നിങ്ങൾ ആരെ ഭാഗത്താ ശരിയെന്ന് നിങ്ങൾക്കൊരു ബുദ്ധി ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അല്ലയോ ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിക്ക്. ആർക്കാണ് ആരെ ഭാഗത്ത് നിൽക്കണം, ആരെ ഭാഗത്ത് ശരി, നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. അല്ലാതെ എൻ്റെ ഭാഗത്തോ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കരുത്, ഓൻ്റെ ഭാഗത്തോ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കരുത്. നിങ്ങളെ ബുദ്ധി വെച്ച് നിങ്ങൾ ആലോചിക്കും, എന്നിട്ട് നിങ്ങൾ ഇതാക്കിയാൽ മതി. മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞതിന്റെ നമ്മളിപ്പോ പറഞ്ഞത് ഒരു 15-18% നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരു 80% കാര്യങ്ങളും ഇനിയും ഉണ്ട്. വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് ഗൈസ്, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 100% ഞാൻ ഷുവറായിട്ട് പറയാം, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഇനിയും കാര്യങ്ങൾ വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കാം, എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാത്തിനും ഉള്ള ഒരു മറുപടി ആയിട്ട് അവരങ്ങ് വരും. അപ്പം അവർ പറയട്ടെ, അവർ പറയാനുള്ളത് അവർ പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അതല്ലേ ബുദ്ധി, അതല്ലേ അതിൻ്റെ ന്യായം, അതല്ലേ ന്യായം. എല്ലാന്നുണ്ടെങ്കിൽ അവർ മൊത്തത്തിൽ നമ്മളങ്ങ് കയറി ഇതാക്കി കളയും. ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ പടുകുയിൽ പെട്ട് എല്ലാവന്മാരും ഊമ്പിച്ച് വന്ന എല്ലാവന്മാരും
അടിക്കേണ്ട അത്ര അടിച്ചു തന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി എന്നും നമ്മൾ പൊട്ടനാകാൻ നിൽക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം അത്. അല്ല ഇത്രയും ഇല്ല ഇതുവരെയായിട്ട് നമ്മളൊരു കേക്ക് പരിപാടി ഒറ്റ പ്രാവശ്യത്തെ അത് ഉപ്പിയും ആന്റിയൊക്കെ സെറ്റ് ആയിരുന്നു. പക്ഷെ ഇത്രയും ആംബിയൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തില്ല ആദ്യമായിട്ടാണ്. ഇതൊന്നും ഇതാ സൗണ്ട് വളരെ കുറവാണ്. DJ എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടാണ്. സൗണ്ട് വളരെ എവിടെ ജാസിക്ക് കൊടുക്കുന്നവിടെ? ആ അതെ 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 അതെ. ആ പക്ഷെ അങ്ങോട്ട് പോ. പാർട്ടി വൈബല്ലേ ഞാൻ വന്നേടാ. ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരും, മനസ്സിലായില്ല? ഓഡിയോ ഞാൻ കേൾപ്പിച്ച് തന്നിട്ടേ ഞാൻ പോവും, മനസ്സിലാ? ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരും, നിങ്ങൾ വെയിറ്റ് ചെയ്യും. സ്ക്രിപ്റ്റ് എന്ന് പറയാനല്ലേ, അടുത്തത് നിങ്ങൾക്ക് പറയാനല്ലേ. നിങ്ങൾക്ക് എന്ത് കേൾപ്പിച്ചു തന്നാലും എന്ത് ഇതാക്കിയാലും ഈ പറഞ്ഞ പോലെ ഒരു മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് എന്ത് ഇവർ പറഞ്ഞാലും ഇത് വിശ്വസിക്കരുത്, എന്തൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാലും ഇത് വിശ്വസിക്കരുത്, എന്തെല്ലാം കാര്യങ്ങൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് മൈൻഡിൽ ഉറപ്പിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നത് അവർ കൊച്ചു പിള്ളേരാ, അവർ 10-15 വയസ്സുള്ള ചെറിയ പിള്ളേരാ. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളുണ്ടാവും, കുറേ ആൾക്കാർ ഫീഡ് ചെയ്ത് കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ ജീവിച്ച് പോകുന്നത്, മനസ്സിലായോ? ഈ ഫീഡ് ചെയ്ത് അവർ പോലും അറിയാതെ അവരിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അത് വെച്ചിട്ടാണ് അവര് കുറച്ച് ഫിക്സഡ് ആയിട്ട് കുറച്ച് സാധനം ആക്കി വെച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ്, ആക്ടിങ്, ഇത് അതിലൂടെ അവർ ഇതാക്കും. കാരണം അവർ ഓൾറെഡി അങ്ങനെ ഒരു മൈൻഡ്, ആ പിള്ളേരാണ് അവരങ്ങനെ ആക്കിയെടുത്തു. അത് ആക്കിയെടുത്തവരെ കുറ്റം പറയേണ്ടത്, അല്ലാണ്ട് ആ പിള്ളേരെ കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് അവര് എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. എന്ത് വൈബായിരുന്നല്ലേ. നമുക്കൊരു മാസം ഒരു 5000 രൂപ നമുക്ക് ഒരു 3000 ഇപ്പൊ മാസം തരണ്ടടാ, നമുക്ക് പൈസ വേണ്ട. ഒരാവശ്യം വരുമ്പോ, ഇവന്റെ ഉമ്മാക്ക് ഹോസ്പിറ്റലായിട്ട് ഒരു ആവശ്യം വരുമ്പോ, എൻ്റെ വീട്ടിലൊരു ആവശ്യം വരുമ്പോ അതിന് ഒരു പൈസ തന്നാൽ മതിയായിരുന്നടാ. നമ്മള് ഈ പറഞ്ഞ പോലെ ഒന്നിന്റെ ആവശ്യം നമുക്ക് വരൂലായിരുന്നു, മനസ്സിലാ? എന്റെയോ ഇവന്റെയോ വീട്ടിലൊരു ആവശ്യം വന്നപ്പോൾ അതിന് 2 രൂപ തന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരൂലായിരുന്നു. അതുപോലും പിടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ മാസം 10-30 ലക്ഷം റുപ്യ ഇവൻ ഉണ്ടാക്കുന്നുണ്ടാവും, ഇവന് മറ്റേ പ്രൊമോഷനിലൂടെയും കാര്യങ്ങളിലൂടെയും. പിന്നെ എന്തിനാണ് നമ്മളെ കിട്ടുന്ന നക്കാപ്പിച്ചയും കൂടി എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ആ ഒരു ഇതാണ് കൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതായത്. ഇവൻ്റെ അത്രയും പൈസ ഉണ്ടായിട്ടും നമുക്കൊരു 2 രൂപ നമ്മളെ ഇവൻ ശരിക്കും പറഞ്ഞാൽ വളർത്തി. എന്തിനാ വളർത്തിയെന്നറിയോ? ഈ പറഞ്ഞ പോലെ ഇവന് വേണ്ടി പിന്നെയും പൈസ ഉണ്ടാക്കി കൊടുക്കാനും, ഇവന് വേണ്ടി ഇവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും, ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവൻ വളർത്തിയിട്ടുണ്ട്, മനസ്സിലായോ? വളർത്തിയിട്ടുണ്ട്, അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. ഇവൻ വളർത്തിയിട്ടുണ്ട്. ഇവൻ വളർത്തി നമുക്ക് വാച്ചിങ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് പറ്റാവുന്ന കാര്യം 100% ഇട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ ചെയ്തതെന്നുള്ളത് പിന്നെ എപ്പോൾ മനസ്സിലായെന്നറിയോ? ഈ പറഞ്ഞ പോലെ നമ്മൾ 1 രൂപ ചോദിച്ചപ്പോൾ ആണ് ഈ പറഞ്ഞ സത്യം എൻ്റെ വായിന്ന് വന്നത്. എന്ത് എടാ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഇവിടെ ഇതാക്കുന്നത് എനിക്ക് കാര്യങ്ങൾ ഇതാക്കാനും എൻ്റെ കാര്യങ്ങൾ ഇതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന റൂളും ഞാൻ പറയുന്ന കാര്യങ്ങളും മാത്രമേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകൂ. എല്ലാന്നുണ്ടെങ്കിൽ നീ എല്ലാം ഒറ്റയ്ക്ക് പോയിട്ട് മൂഞ്ചിക്കോ. എന്നോട് പറഞ്ഞ കാര്യം അത്. എന്നോട് പറഞ്ഞ കാര്യം നീ ഒറ്റയ്ക്ക് പോയി മൂഞ്ചടാ മെയ്രിയെന്നാണ് എന്നോട് പറഞ്ഞ കാര്യം, മനസ്സിലായോ? നീ ഒറ്റയ്ക്ക് പോയി മൂഞ്ചടാ മെയ്രിയെന്ന്. അതിൻ്റെ വാശീൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ സ്വർണം പണയം വെച്ചതും അതിന് ഞാൻ PC എടുത്തതും, മനസ്സിലായോ? ഇതാക്കുന്നതും. അപ്പം എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ലോകം അല്ലെങ്കിൽ രണ്ടാൾ ഇവൻ അറിയണം, ഇവൻ ആരായിരുന്നു, ഇവൻ ചെയ്ത ഇതെന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേരും അറിയണം എന്നുള്ളൊരു കാര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കാര്യം പറയാം, അതെനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ഇമോഷണൽ ഒരു പുണ്ടയായിപ്പോയി ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഇതാക്കും. നിങ്ങൾക്ക് മറ്റേ അശ്വിൻ ബ്രോനോട് ചോദിച്ചാലും ഈഗിൾ ബ്രോനോടെല്ലാം ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, മനസ്സിലാവും? എന്നെക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ പിള്ളേരുടെ കാര്യം ഈ പറഞ്ഞ പോലെ ഇത് നമ്മളറിയുന്ന എന്നെ കാണാൻ വരുന്ന ഒരു ചുരുക്കം പേരുണ്ട്. ഈ ചുരുക്കം പേരിലെങ്കിലും അവർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഷമീർ കള്ളനല്ലാന്നും ഷമീർ ഈ പറഞ്ഞ പോലെ ഒരുത്തനെ ഊമ്പിച്ചിട്ട് വന്നതല്ലാന്നും അവരെങ്കിലും എന്നെ മനസ്സിലാക്കണം. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാക്കണം എന്നുള്ള ഇതുകൊണ്ട് മാത്രമേ ഞാൻ ഇതാക്കിയത്, മനസ്സിലായോ?
എല്ലാരും മുസ്ലിമിന്റെ പിന്നെ ഇനി ഒരു 3 ദിവസത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. എന്നാലേ കിട്ടൂ. പി സി കൊടുക്കുന്ന എവിടെയാ? കേക്ക് മുറിച്ചതിന് ശേഷമാണോ പി സി? ആ അങ്ങോട്ട് അടിച്ചോണ്ടിക്ക്. എന്തെല്ലാം അഭിനയാന്നല്ലേ. ആ ഇതാ ഇതാണ് ജാസിക്ക് കൊടുത്ത പി സി. ഇതാണ് ജാസിയുടെ പി സി. മനസ്സിലാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ ഇത്. അഖിൽ എഡിറ്റർ അത് ബ്രോ അഖിലിനൊക്കെ വിളിച്ചു. അഖിലൊക്കെ പറയാൻ അഖിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കേസാണ് കഴിച്ചത്. അത് ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് റിപ്പീറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അഖിലിനൊക്കെ വിളിച്ചു. അഖിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കാര്യമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് അടിച്ചാൽ കാണാം. മൈക്രോ കൊടുക്കാം. പക്ഷെ ആ ഒരു കാര്യം ഓഫീസിയലി അനൗൺസ്മെന്റ് ജാസിൻ കുക്കിംഗ് ചെയ്യണ്ട. ജാസിന്റെ ഇതാണ് ജാസിക്ക് ഒരു പി സി. പോലീസ് കേസ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഒരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വക്കീലിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ 5ന്റെ പൈസ നമ്മൾ ഇനി വാങ്ങൂല. ഞാനോ ഇവനോ ആരും ഓൻ തരുന്ന കോമ്പൻസേഷനോ ഒരിതോ 5ന്റെ പൈസ നമ്മൾ വാങ്ങാൻ പോകുന്നില്ല. നമുക്കത് വേണ്ടി താനും. മനസ്സിലാ? ആ പൈസ നമുക്കിനി വേണ്ട. കാരണം ഇത്രയും ഇതാക്കിയിട്ട് ഇനി എന്തിനാണ് ബ്രോ? ജാസിക്ക് ഒരു പി സി. ഇതാ ജാസിക്ക് ഒരു പി സി കിട്ടിയ ഈ ജാസിയാണ്. ജാസി വരുമ്പോ എന്റെ ഫോൺ അല്ല ജാസിന്റെ സ്റ്റൂൾ എടുക്കടാ. ഒരു സ്റ്റൂൾ എടുക്കടാ. ഇതെന്താണ് അപ്പുറത്തിരുന്ന് ആരാ ലൈവാണെന്ന് തൻഷിയാ? ജാസിന്റെ പി സി എവിടെ? നിക്ക് ബാ ഇരിക്കെ. ഇതാണ് ഈ ജാസി. ഇതാ നിങ്ങൾ ഈ കണ്ട ജാസിയാണിത്. ഇത് കുറച്ച് ചിന്തിക്കാൻ അത്രയും ബുദ്ധിയില്ലാത്ത കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അവരോടാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ജാസി. മനസ്സിലായല്ലോ? ഇതാണ് ജാസി. ഈ ജാസിക്കാണ് തൊപ്പി ഇപ്പൊ ഒരു പി സി കൊടുക്കാന്ന് പറഞ്ഞത്. മനസ്സിലായോ? പി സി കൊടുത്തു എന്ന് പറഞ്ഞത് അല്ലേ? അത് കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അത്രയും ഇതില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ ആക്കിയതാണ് അവര്. അതുകൊണ്ട് അവരോടാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ തൊപ്പി ജാസിക്ക് ഒരു പി സി കൊടുത്തല്ലോ. അത് നിങ്ങൾ കണ്ടല്ലോ. കണ്ണുകൊണ്ടത് കണ്ടല്ലോ മക്കള് അല്ലേ? അത് കണ്ടല്ലോ. ഓക്കെ, കണ്ടു. ആ പി സി എവിടെ ജാസി? പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പി സിൻ്റെ കാര്യം ഞാൻ സന്തോഷമായിരുന്നു ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞല്ലോ, ഈ പരിപാടിയുടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, പരിപാടിയൊക്കെ ഒന്ന് ഇതായി ലൈവെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവൻ്റെ റൂമിൽ പോയി. അപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെ ഫുൾ ഹാപ്പിയാണ്. ഇതേ ലൈവിൽ തന്നെ എന്നോട് പറഞ്ഞത് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെൽവിനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രി അല്ല, എനിക്ക് ഏറ്റവും വലിയ ഇതുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പോയി ചോദിച്ചു നീ അത് എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നോട് എന്തിനാന്ന്. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ല, എനിക്കിങ്ങനെ പി സി സെറ്റ് ചെയ്ത് തന്നല്ലോ, അപ്പോൾ ഞാൻ എവിടെയാ ലൈവ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് പറയാ എടാ മയിരെ പറയാൻ പറ്റുമോ? പറഞ്ഞു ഞാൻ നമ്മള് ഓൻ പറഞ്ഞ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ അപ്പുറത്തോട്ട് ഇതാക്കാനുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് അത് വേണ്ട. അങ്ങനെ നമ്മൾ അങ്ങനെയല്ല അവനെ കണ്ടതും ഇതാക്കിയതും. പിന്നെ ഇത് ഇതില്ലാത്തോണ്ട് നമുക്ക് വേറെ വെയ്യില്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ അങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. മനസ്സിലാവും? അപ്പൊ നമുക്ക് വേറെ വെയ്യില്ല. അതുകൊണ്ടാണ് എത്രത്തോളം പറയാനുള്ള കാരണം വേറെ ഈ കമന്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് ഒക്കെ നിങ്ങൾക്കൊന്നും കാര്യങ്ങൾ അറിയാണ്ടുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എടാ ഓൾറെഡി എൻ്റെ പി സിയിൽ പിന്നെ എന്തോ അപ്ഗ്രേഡ് ചെയ്യണം, എന്തൊരു പേര് പറഞ്ഞു ചിപ്പിൻ്റെ, അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കാര്യങ്ങളും ഇതൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേറ്റിൽ പോലും അല്ല.
അത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് അറിയില്ല, ഈ ഡേറ്റിൽ പോലും അല്ല, ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് തോന്നുന്ന എന്തായി കഴിഞ്ഞാലും അതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ഞാൻ ലൈവ് നോക്കിയപ്പോൾ കണ്ട് ടി വിൻ്റെ കാര്യം പറഞ്ഞത്, എടാ കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു ടി വി ചവിട്ടിപ്പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ്, അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം, അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര് വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ മണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. സത്യടാ, നമ്മളെ സത്യം പറഞ്ഞ ബ്രില്യൻ്റാ. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ഊമ്പിച്ചാലും ഞാൻ പറയാം, ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയും, അത് ഞാൻ എവിടെയും പറയും. ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. എങ്ങനെ വ്യൂസ് ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാരെ മണ്ടനാക്കണം, എങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇത്രയും അറിയുന്ന ഒരു വ്യക്തിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഞാൻ വേറെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വാട്ട് എവർ എന്തോ സംഭവിച്ചോട്ടെ, അത് കണ്ടന്റ് ആക്കുക, അത് വിൽക്കുക, അത് വിറ്റുകൊണ്ട് 10 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെയും കൂടി ഊമ്പിച്ചത് കൊണ്ടാണ്. സത്യം എടാ, എനിക്ക് സത്യം പറഞ്ഞ ഈ തൊപ്പി എന്നുള്ള ക്യാരക്ടർ ഇടാ, എനിക്ക് ഈ നിയാദിനെക്കാട്ടും വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവന് വരുന്നതിന് മുമ്പ് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇവനും ചിന്തിച്ചുകൊണ്ടിരുന്ന ആള്. ഏത് ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് ഇവൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് അല്ല, നമ്മൾ ആദ്യം പൊതുവെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുക, തൊപ്പി വളരെ മോശം, ഇന്ന് മാറി നിയാദായപ്പോൾ എത്രയോ നല്ല ആളെന്ന്. എടാ ഞാൻ പറയട്ടെ, ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനിലടാ. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും ഒന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനില്ല, പോടാൻ മതിയെന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷെ മറ്റേ പരിപാടിയിലടാ, നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട്, ഇതെല്ലാം ചണ്ടിയായിട്ട് നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. മാത്രമല്ല എല്ലാം ഇപ്പോൾ PC-ൻ്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ PC തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഇപ്പം അതിന് ശേഷം പിന്നെന്താ പറയുക, അന്ന് തന്നെ ഓൺ ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ് കുക്കിൻ്റെ. അതായത് ഇനി മുതൽ നീ കുക്ക് ചെയ്യേണ്ട, മെൽവിനെ കൊണ്ട് കുക്ക് ചെയ്ത്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇന്നേ വരെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇത് പറയാത്തൊരു സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്കൊന്നൊരു 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്, പട്ടീനെ പോലെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അലക്കാരനായിട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കായിട്ടും എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ടും എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇന്നേ വരെ ഒരു ഉറുപ്പ് തന്നില്ല. തരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓൻ്റെ ഒപ്പം നിൽക്കണമെന്നും അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അതിലൊക്കെ ആ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ തരാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളാ എന്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യമോ സാഹചര്യമോ മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിന്. എന്നിട്ട് അന്ന് രാത്രി ഈ PC അന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ആ രാത്രി എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം അപ്പനോട് അറിയാം, മെൽവിൻ്റെ സാലറി നീ തന്നെ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു നീ അതെ എടാ, ഞാൻ സാലറി ഞാൻ അത്രയും മാസം എൻ്റെ വീട്ടിലേക്ക് പൈസ അയക്കുന്നത് എങ്ങനെയാ അറിയാടാ. ഓൾറെഡി എനിക്ക് 1-2 മാസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, ₹1 ഇവിടുത്തെ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടൂലെന്ന്. ഞാൻ പിന്നെന്താക്കി, ഇൻസ്റ്റ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. ആ വീട്ടിലില്ലടാ, ഗ്യാങ് ഹൗസിൽ ആദ്യമായിട്ട് ചെറിയ മിനി വ്ളോഗും റീലൊക്കെ എടുക്കുന്ന ഞാനാ. കാരണം എനിക്ക് മനസ്സിലായി കാര്യം ഇതിങ്ങനെ പോയി. അപ്പോൾ എന്നെ കൊണ്ട് എപ്പോൾ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കാൻ നോക്കും. കാരണം വേറെ കാരണം എനിക്ക് മനസ്സിലായി, കാരണം വീട്ടുകാരോട് കേൾക്കും, എപ്പം കേൾക്കും. കാരണം വെച്ചാൽ ഓൻ പറയും നീ നിന്റെ കാര്യം വേണ്ടി മാത്രമല്ല നീ ചെയ്യുന്നുള്ളൂ. അതായത് ഓൻ്റെ ചിലപ്പോൾ അലക്കാനുള്ളത് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് ചിലപ്പോൾ പൊളിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പൊളിച്ചക്ക് എന്താ പറയുക 4 മണി ലൈവ് കഴിയുന്ന സമയങ്ങൾക്ക് എത്ര അറിയാം, 2-2:30 മണിക്കൊക്കെ കഴിയുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട ബുർജി ഉണ്ടാക്കി തരണം, പിന്നെ ഓംപ്ലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ ഒന്നും പറയാണ്ട് എണീച്ചു പോകും. കാരണം എന്താ, 17 Pro എടുത്ത് നോക്കുന്നുണ്ട്. എടാ 17 Pro എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞു തീരട്ടെ. അതായത് ഞാൻ 17 Pro എടുത്ത് എങ്ങനെ അറിയടാ, എൻ്റെ മാക്ബുക്ക് ഉണ്ട്. അതായത് ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പുണ്ടായ 2 ഒന്ന് മാക്ക്, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഇതേപോലെ തന്നെ സാധനം വെച്ചിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട്, സോണി ZV-10 എന്നുള്ള ബ്ലോഗിങ് ക്യാമറ. അത് ഈ അടുത്ത് ഞാൻ സെല് ചെയ്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. എടാ നമ്മുടെ അടുത്തൊന്നും ഒരു ഉറുപ്പില്ലടാ, ഇതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. ഒരു 10 രൂപ കടം പോലും ചോദിക്കാൻ പറ്റില്ല കുടുംബക്കാരോടോ കൂട്ടുകാരന്മാരോടോ. കാരണം എന്താ, ലക്ഷങ്ങൾ കിട്ടുന്ന തൊപ്പീൻ്റെ അടുത്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നില്ല, പിന്നെ നീ എന്തിനാ അത് പൂത്തി വെച്ചിട്ട് നമ്മോട് പൈസ ചോദിക്കുന്നു ചോദിക്കും. എടാ അതുകൊണ്ട് നാണക്കേട് കൊണ്ട് ആരോട് ചോദിക്കാൻ പറ്റൂല.
എത്ര പ്രാവശ്യം എന്നറിയോ ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും കുറേ രാത്രി കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ, പുറലോകത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഗതി കെട്ടിട്ടാണ് പറയുന്നത്. വരാപ്പുഴയിൽ ഒരു മുട്ട ബജിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രം നമ്മൾ എത്ര ആൾക്കാർ കടം ചോദിക്കലുണ്ട് പൈസക്ക്. എടാ ഒരു ബജിക്കല്ല അവിടെ ഒരു 8 റുപ്യേ ഉള്ളൂ. 8 റുപ്യൻ്റെ ബജിയും ചായയും കുടിക്കാൻ വേണ്ടി ആകെ ഒരു സമാധാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് മാത്രം കുടിക്കാനാ. ഇത് കുടിക്കാൻ പോലും കടം മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതായി കൊടുക്കുക. ഈ മെൽവിനും പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊടുത്തു. പിന്നെ നീ അതിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, അത് എനിക്കാവൂല, എന്നെ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓനോട്, ഞാൻ അവസാനമായിട്ട് ട്രിക്കാ, രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ട്രിക്കാ. എൻ്റെ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, ഉമ്മയും വിളിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ പറയൂ, ഒരു 5 പൈസ കിട്ടാണ്ട് എന്തിനാ നിൽക്കുന്നത്, ഓൾറെഡി ഒന്നും റീലും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല വൃത്തിക്ക്, കാരണം ഇതെല്ലാം പണീൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ആവൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, മെൽവിൻ്റെ സാലറി ഞാൻ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ മെൽവിന് ആക്സിഡൻ്റ് ആയി. അടുത്തൊരു വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ച്, ആ വീട്ടിൽ നിന്ന് ഫുഡ് ഏൽപ്പിച്ചപ്പോഴും അവിടുന്ന് പൈസ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എന്നോട് പറയാം എന്നാൽ പകുതി പൈസ നീ കൊടുക്കുന്നു. അവിടെ ഈ പകുതി പൈസ കൊടുത്തിട്ടും ഇത് ചില മാസം പ്രൊമോഷൻ, ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ വിചാരിച്ച പോലെ കിട്ടൂല, ചില മാസം കൊടുക്കാണ്ടായിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ബാൻ എന്നെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഈ ഗ്യാങ് ഹൗസിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും ഒരു ഓർഗോ സിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരേ ഒരു വാക്കേ ഉള്ളൂ, നീ അതിൻ്റെ വാക്ക്. നിങ്ങളോട് പറയുന്നത് ഈ ഓർഗ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, എടാ ഓർഗ് ഇല്ലടാ, എടാ ഇനിയെങ്കിലും മനസ്സിലാക്കിയ ഓർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അശ്വിൻ ബ്രോനെ ആയിരിക്കും. അശ്വിൻ ബ്രോന ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് വരെ പറഞ്ഞിരുന്നു, മൂപ്പർക്ക് ഇതൊന്നും അറിയില്ല, മനസ്സിലായി. ഇവൻ സ്വയമായിട്ടൊരു ഓർഗ് ഉണ്ട് എന്ന് പറയലും അത് ആൾക്കാരോട് പറയലും അത് ഈ പറഞ്ഞ പോലെ അത് മാനിപ്പുലേഷൻ ചെയ്യാനാണ്. കാരണം ഒരാൾ ഡൊണേഷന് പൈസ ചോദിച്ച് ഒരു ചാരിറ്റിക്ക് വേണ്ടി ചോദിക്കും, എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടി വന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓന് ഞാൻ തരൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓൻ എന്ത് പറയും, നൈസായിട്ട് ഡീൽ ചെയ്യും. എന്ത് അത് ഓർഗനോട് ചോദിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. എടാ എന്ത് സിസ്റ്റമാണ്, ഒരു സിസ്റ്റം ഇല്ല, അൾട്ടിമേറ്റ് വാക്ക് ഇവൻ പറയും. അതിപ്പോൾ ഒരാൾ എത്രയോ ആൾക്കാർ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്യാങ് ഹൗസിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ഡോർ അടിച്ചു കഴിഞ്ഞാൽ പറയും അടുത്തല്ലോ, പറയാൻ പറ്റൂല അങ്ങനത്തെ വാക്കുകളെ കൊണ്ട്. എന്തേ അതായത് എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാളെ സഹായിച്ചെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങളെ വീഡിയോയിലാണെങ്കിലും ഒരാളിപ്പോ സഹായിച്ചു, ഒരു ഫോൺ എന്തെങ്കിലും കൊടുത്താൽ ആ വ്ളോഗ് ഓഫ് ആക്കിയ ഉടനെ ആ കൊടുത്തയാള് തെറിയായിരിക്കും. നല്ല പച്ചക്കും ഓനക്കും അവന്റെ ഉമ്മാക്കും എല്ലാം വിളിക്കും. അത് സ്വന്തം, അതായത് നമ്മള് സഹായിച്ച, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഇത്ര ആളെ സഹായിച്ചെന്ന്, ഓരോ റീലിലെല്ലാം കാണുന്നല്ലേ. അപ്പോ ഇതേപോലെ തന്നെ എല്ലാ കാര്യം വാങ്ങിക്കൊടുത്ത ആൾക്കാരെല്ലാം അറിയാലോ. അപ്പൊ അവരെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്, നമ്മള് കേൾക്കുന്നതാ. വെറുതെ പറയുന്നില്ല, നമ്മൾ അലക്കാരനായിട്ടും ആശാരായിട്ടും അവിടെ ഉണ്ടാക്കിയ സ്പിൻ വീൽ ഇല്ലേ, ഈ സ്പിൻ വീൽ ഒന്നും ചില സമയത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ട് അങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാക്കുക. ഇതിന്റെ ബെയറിംഗ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല, ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും കറങ്ങിയിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ കറങ്ങുമ്പോൾ ശരിയായിട്ട് വന്നില്ലെങ്കിൽ അപ്പൊ പറയും ജാസി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, അത് കറക്റ്റായിട്ട് കറങ്ങിയില്ല. എന്നോട് പറയാം, നിന്നോട് പറഞ്ഞ പണി നീ വൃത്തിക്ക് ചെയ്യുന്നില്ലല്ലേ, 1 മാസത്തേക്ക് ഇനി ഒരിക്കലും റീലിടണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം എന്താ അറിയാടാ, എനിക്ക് ആ മാസം പ്രൊമോഷൻ ചെയ്യാനും പറ്റിയില്ല, പൈസ ഇങ്ങനത്തെ ഇടയ്ക്ക് ചില മാസങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ ഡൗണ് കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനത്തെ കുറേ റീസൺസ് ഉള്ളതുകൊണ്ടാടാ. അവസാനം മടുത്തിട്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് ഓടിയാലോ, ഇല്ല ഇവന്റെ ഒരു തലക്കൊരു പല കൊണ്ട് അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വേടാ. അത് ആ വീട്ടില് ഇവന്റെ അനുഭവിച്ച എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. ഒരിക്കലെങ്കിലും നമുക്ക് ഇവനെ കൊല്ലാനുള്ള ഒരു ദേഷ്യം വരും ഗൈസ്. കാരണം അത് അങ്ങനെ നമ്മളങ്ങനെ ആയിട്ട് നമുക്ക് കൊല്ലാനുള്ള മൈൻഡ് ഉണ്ടായിട്ടില്ല, തോന്നൂടാ, നമുക്കത് തോന്നും. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാ, അത് തോന്നും. ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് അത് തോന്നും, ഉറപ്പാ അത് തോന്നും. രാത്രി ലൈവെല്ലാം കഴിഞ്ഞ് ഇവന്റെ ചെപ്പും തെറിയെല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരെ റൂമിൽ ഷമീറിനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് തലക്കാണി അഞ്ഞു. ഷമീർ എന്തേ അപ്പൊ പറയാം ഒന്നുമില്ലടാ കുടിക്കുമ്പോൾ വെള്ളം പറഞ്ഞാൽ, കുടിക്കുമ്പോൾ എങ്ങനെ തലക്കാണിയും വെള്ളം പറയാ ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ പലപ്പോഴും പല സാഹചര്യങ്ങളും അവസാനം നമ്മൾ പറഞ്ഞില്ലേ പെരുന്നാളിന്റെ സമയത്ത്, വലിയ പെരുന്നാൾ കഴിഞ്ഞ വലിയ പെരുന്നാക്കാണ് നമ്മളിപ്പോൾ, വലിയ പെരുന്നാൾക്ക് ചെറിയ പെരുന്നാക്കല്ല അവിടുന്ന് ഇറങ്ങുന്നത്, ആ നോമ്പിന്റെ ആ സമയത്ത് അവസാനം ഷമീറിനോടും കൂടി പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച്, അതായത് ഓന് 5-6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഈ ലൈവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സ്ട്രീം ചെയ്തിട്ട് പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്ന് ചോദിച്ചപ്പോൾ പറയാം, അത് ഞാൻ തീരുമാനിക്കും, അൾട്ടിമേറ്റ് എൻ്റെ വാക്കാ, നിന്നൊക്കെ ഇവിടുത്തെ വരെ എത്തിച്ച് ഞാനാ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അന്ന് തന്നെ നമ്മളൊരു കാര്യം ഫോട്ടോ വരുന്നു, എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ, പോയിട്ട് നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണയൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച്. ഇതുകൊണ്ട് മാത്രല്ലടാ, ഇടക്കിടക്ക് മമ്മൂന്റെ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, മമ്മൂന്റെ അടിക്കുന്നതും എനിക്ക് അടി കിട്ടുന്നതും ചെപ്പുന്നതും. നിങ്ങൾ ലൈവിൽ അടിക്കുന്നെല്ലാം കാണുന്ന അന്ന് എന്നെ മുത്തിക്കല്ല അടിച്ചത്. ഓക്കെ അതിപ്പോ ഞാൻ ഒരു തെറ്റ് ചെയ്തു, ഓക്കെ, പക്ഷെ ഇതിനെക്കാട്ട് 2 ഇരട്ടി അടി അല്ല, ഒരു ഏട്ടെന്നുള്ള നിലയിൽ അടിക്കാം. പക്ഷെ ഏട്ടെന്നുള്ള നിലയില് ഇവന്റെ ഉമ്മാക്ക് ഒരു ആവശ്യം വരുമ്പോ, ഇവന്റെ വീട് ചോർന്ന് വിളിക്കുമ്പോ ഈ ഏട്ടെന്നുള്ള നിലയിൽ 2 രൂപ കൊടുക്കണ്ടേ? ഒരു ഏട്ടെന്ന് പറയുമ്പോ അടിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. അതേ സ്വാതന്ത്ര്യത്തില്
ആ ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി 2 രൂപ കൊടുക്കണ്ടേ, എന്നാലല്ലേ ആ സ്വാതന്ത്ര്യം ഉള്ളൂ. അല്ലാണ്ട് അടിക്കാൻ മാത്രമായിട്ട് ഒരാൾക്ക് എന്താ സ്വാതന്ത്ര്യം ഉള്ളത് ഒരു വ്യക്തിനെ? ചില സമയത്ത് അടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാ ചെയ്തതെന്ന്. ഞാൻ ജസ്റ്റ് കാമായിട്ടൊന്നും ചോദിക്കും. അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം നമുക്കില്ല. അപ്പോൾ പറയൂ നന്നാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. എടാ വെറുതെ ഇവൻ്റെ ഫ്രസ്ട്രേഷനിൽ ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ന്യായീകരിക്കാനുള്ള നാക്ക് അത്രത്തോളം ഉണ്ട്. ഇനി നോക്കിക്കോ, ഇതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളിൽ പോലും നിങ്ങൾ വീണു. അത്രത്തോളം മാനിപ്പുലേഷൻ പവർ എന്ന് പറഞ്ഞ വ്യക്തി, ഒരു സംഭവം എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങളവിടെ പോയി ഇവന്റെ 2 വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളടക്കം കൺവിൻസ് ആവും. അതൊരു കൈവാടാ, അതൊരു കൈവ് തന്നെയാണ്. അതുള്ളതുകൊണ്ട് തന്നെയാണ് പിടിച്ചു. അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കുന്നത്. അത് ഭയങ്കര കൈവാ. അതിന് അത് ഞാൻ പറയാലോ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് എപ്പം ആരാധന ഉള്ള സംഭവം. അങ്ങനത്തെ അല്ല ഇവന്റെ കുറച്ച് കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവും, ഈ പറഞ്ഞ പോലെ അവരെ ഒരു നന്മ രീതിയിൽ കൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള രീതിയും അത് എന്തൊരു സാധനം കണ്ടന്റ് ആക്കണം. 1 ഉറുപ്പ്യ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് അതിൽ നിന്ന് 100 രൂപ ഭാരാന്നുള്ള ആ സാധനം. അതെല്ലാം നല്ല കാര്യം, ബ്രില്യൻ്റ് ആണ്. അതെല്ലാം ബെസ്റ്റ് മൈൻഡാണത്. അതുകൊണ്ട് തന്നെയാണ് ഓനി പറഞ്ഞ കാറും ഇതും കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കിയത്. അതിലൊന്നും ഒരു ഇതും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മള് മൂഞ്ചി പോയത്. അപ്പൊ നമ്മള് മൂഞ്ചിന്റെ കാരണമാണ് നമ്മള് മൂഞ്ചി പോയത്. അപ്പൊ നമ്മള് മൂഞ്ചിന്റെ കാരണമാണ് നമ്മൾ വിചാരിക്കും ഇത്രയും ലേറ്റ് ആയത് എന്താ, മമ്മു 2 കൊല്ലം നിന്ന് ഇവരെന്താ ബുദ്ധിയില്ലേ, നമുക്ക് എന്താ ഇത് മനസ്സിലായിക്കൂടെ? എടാ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ആവുന്നുള്ള പ്രതീക്ഷ തന്ന് നിപ്പിച്ചതാടാ. അവസാനം തരുന്ന സാധനമാണ് ഹോപ്പ്. എന്ത് പറയുമ്പോ മമ്മു ആയിട്ടില്ല സമയത്തില്ല നമ്മളും വിചാരിക്കും എന്തോ ഒരു സാധനം വരാനുണ്ട്, സമയമുണ്ട്, അങ്ങ് എല്ലാരും ഇതാവുന്നോണ്ട് നല്ല നിലയിൽ എത്തുന്നോണ്ട്. പക്ഷെ എന്നാലും പറയും സമയമായിട്ടില്ല. ഫെയിമായിട്ട് നമ്മൾ നോക്കുമ്പോ എന്താ പറയുക ഗൈസ്, നമ്മൾ നോക്കുമ്പോ ഞാനൊക്കെ ആദ്യം കയറിയ സമയത്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നെ 4 ആള് തിരിച്ചറിയുന്നുണ്ട്. വണ്ടേ ഓമ്പിച്ചു മനസ്സിലായില്ല. വണ്ടേ ഉണ്ടല്ലോ, വണ്ടേലത് വെറും വണ്ടാണ്. അപ്പൊ ഞാനൊക്കെ പോയ സമയത്ത് ഇങ്ങനെ കുറച്ച് 2 ലൈവിൽ 2 പെർഫോം ചെയ്ത് 2 ഇതായ സമയത്ത് ആ ടൈം കുറച്ച് ഫാൻ ബേസ് ഉണ്ട്, ഇവനുമായിട്ടുള്ള ഇതുകൊണ്ട് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ആ ഫാൻ ബേസിൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ ഇന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല. അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്, ഉള്ളതുപോലെ പറയല്ലോ, അതൊക്കെ ഓൻ തന്ന ഇത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഓൻ തന്നത് ഈ പറഞ്ഞ പോലെ നമ്മളെ യൂസ് ചെയ്ത് ഓന് പൈസ ഉണ്ടാക്കാനായിരുന്നു. കാരണം ഓന് ഈ ഫെയിമും ഇതൊക്കെ അൾട്ടിമേറ്റ് കിട്ടിയൊരു വ്യക്തിയാണ്. ഓന് മനസ്സിലായി ഇപ്പം ഫെയിമിലല്ല കാര്യം, പൈസയിലാണ് കാര്യം എന്ന് ഓന് മനസ്സിലായത് കൊണ്ട് ഈ പറഞ്ഞ പോലെ 4-5 മണ്ടന്മാരെ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാന്നുള്ള ബുദ്ധി ഓന് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മളെ ഇതാക്കിയത്. നമ്മളെനിക്ക് ഒന്ന് പറഞ്ഞ പോലെ ബുദ്ധി വെച്ച് തുടങ്ങി നമ്മൾ ഇതാക്കിയ പോലെ ഒരു 2 ഉറുപ്പ്യ ആവശ്യത്തിന് ചോദിച്ചപ്പോൾ ഓന് മനസ്സിലായി ഇനി ഇവന്മാർ ഇതാക്കിയാൽ നമുക്ക് ഓനിക്ക് ഇതാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ 2 ആള് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ട ഫോട്ടോ എടുക്കും, ഇങ്ങനെ കൈ തരും, ഇതാക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, ഒരു പട്ടിയും തിരിച്ചറിയാൻ തന്നെ ഇപ്പം 2 ആള് തിരിച്ചറിയുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല സുഖമുണ്ടല്ലോ, അപ്പൊ നല്ല ഇതാണല്ലോ, അപ്പൊ പിന്നെ കൊള്ളാം, അപ്പൊ പിന്നെ ഒരു ഇത് വരും, നമുക്കൊരു ഒരു കുളിർമ, ഒരു എന്താ പറയാ, ഒരു നമ്മളെ 4 ആൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മള് 2 അടുത്ത് പോകുമ്പോൾ നമ്മള് 2 ആൾ നോക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിലാണ് കുറെ കാലം പോയിക്കൊണ്ടത്. പിന്നെ പോയി ആവുമ്പോൾ പിന്നെ മനസ്സിലായി ഇതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനം കൊണ്ട് നമ്മൾ പിടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചായയോ തിന്നാനോ കിട്ടൂല. ഉമ്മ ഹോസ്പിറ്റലാകുന്ന സമയത്ത് എന്നെ 2 ആൾക്ക് അറിയാം, എന്നെ 4 ആൾ ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർ ഉമ്മാന്റെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് അവർ ചെയ്ത് തരൂല, മരുന്നിന്റെ പൈസ ഫ്രീ ആയിട്ട് അവർ തരൂല. അത് മനസ്സിലായി, ആ കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ. ഇത് ഇപ്പോഴും നമ്മളിത് പറയില്ലേനടാ. ഇവന്റെ ഈ അനിയത്തിന്റെ കല്യാണവും പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വീടിന്റെ കാര്യവും പിന്നെ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു സീൻ ഉണ്ടായിന്, അതായത് ഒരു ഓപ്പറേഷൻ ആയിട്ട് വന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോഴും ഒന്നും പറയാണ്ട് എന്താ പറയുക, ഇതെല്ലാം ഇങ്ങനെ കേട്ട് പോയിനും. നമ്മൾക്ക് അതൊക്കെ വന്നപ്പോൾ നമുക്ക് ബോധം വന്നത് നമ്മളെ കാര്യങ്ങള്, അതായത് നമുക്കൊരാവശ്യം വരുമ്പോ അത് ചോദിച്ചാൽ തരുന്നില്ല, ചോദിച്ചാൽ അടിയും കുത്തുവാണ്. അതാണ് ഓൻ ഉദ്ദേശിച്ച പോലത്തെ ഒരാളെ ഓനക്ക് ആരെയും കിട്ടിയായിരുന്നു, റാംബോ. അത് റാംബോ അതെ, ഇവന്റെ മൈൻഡ് വെച്ചിട്ട് റാംബോ ഒരു അസറ്റാണ്. കാരണം ഇവൻ ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ റാംബോ പോയിട്ട് കൊല്ലും. ഇവൻ നമുക്ക് ഫുഡ് തരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ നമുക്ക് ഫുഡ് തരൂല. ഇവൻ റാംബോനെ ഈ പറഞ്ഞ പോലെ നീ പോയി ജയിലിൽ, നമുക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കുന്ന പറഞ്ഞാൽ
ഓനത് ചെയ്യും, മനസ്സിലായ? അത് റാംബോ നമ്മള് പറയുകയും ചെയ്തില്ല. ഓൻ അങ്ങനത്തെ ഒരു മൈൻഡോ എന്താ, ഓൻ എങ്ങനെ എന്താന്ന് എനിക്ക് അറിയില്ല, ഓന്റെ കാര്യം എനിക്ക് അറിയില്ല ഗൈസ്. ഓൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാ, ഓൻ ലോയൽ ആയിട്ടുള്ള വ്യക്തിയാണ്. വെറുതെ റാംബോനൊന്നും ഇത് പറയണ്ട, ഓൻ ലോയൽ ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ്. റാംബോനൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര വലിയ ഇതിൽ പറയാൻ പറ്റില്ല. റാംബോനൊന്നും കുറ്റം പറയണ്ട ഗൈസ്. കാരണം ഈ പറഞ്ഞ പോലെ ഇവൻ പറയുന്നത് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ റാംബോ ഒന്ന് മനസ്സിലാക്കി കൊടുക്കായിരുന്നു നീ അതിന്. ഓന് കുറച്ച് ഇടപെടായിരുന്നു. പക്ഷെ ഓന് ഈ പറഞ്ഞ പോലെ ഈ തൊപ്പീന്റെ കൂടെ നടക്കുക, അല്ലെങ്കിൽ തൊപ്പീന്റെ എന്തോ ഒരു പവറിലാന്ന് ജീവിച്ചു പോകുന്നത്. തൊപ്പീന്റെ കൂടെയാണുള്ളത്, തൊപ്പീന്റെ കാർ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു പവറിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത്, മനസ്സിലായി? അങ്ങനെ എന്തോ ഒരു മൈൻഡ് ഇവനുണ്ട്, ആ മൈൻഡിലാണ് ഇവൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഇതാക്കാനും നിൽക്കൂല, ഓൻ്റെ ഹാപ്പിനെസ്സും ഓൻ്റെ കാര്യങ്ങളുമായിട്ട് ഓനങ്ങ് ഇതാക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ത് പറയുന്നോ അത് കേട്ട് റാംബോ നമ്മളെടുത്ത് ഇതാക്കും. അത് നമ്മൾ അനുസരിക്കുക. നമ്മൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ ഇവിടെ. അതൊന്നും പറയാൻ സത്യം പറഞ്ഞാൽ പബ്ലിക്കിലേ പറയാനാവൂല. കാരണം ഇതല്ലോ ഞാൻ പിന്നെ കേസ് നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്കത് പബ്ലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് വേറെ വിഷയമായിട്ട്. അതൊന്നും ഇവിടെ പറയരുത്. അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമില്ല. അങ്ങനത്തെ ഒന്നും ഒരു കാര്യം പറയരുത്. നമ്മളെ പേഴ്സണലായിട്ടുള്ള ഓനുമായിട്ടുള്ള പ്രശ്നം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള പ്രശ്നം, അത് മാത്രം നമ്മൾ പറയാം. അല്ലാണ്ട് ഓൻ്റെ ഈ പറഞ്ഞ പോലത്തെ ബാക്കിയുള്ള അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട, അത് നമുക്ക് ചെയ്യണ്ട, അത് വേണ്ട, ആ സംഭവം വേണ്ട. നമുക്കുണ്ടായ അനുഭവം നമ്മളെ കാണാൻ വരുന്ന 4 ആൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കള്ളനല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മനസ്സിലായ? ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അത് 10 ആളാണെങ്കിൽ ആ 10 ആൾ മതി, ആ 10 ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പറയാം, നമ്മള് അനുഭവിച്ചത് ഞാൻ അവിടെ പറയുക തെളിവ് ഇതാണ്. ഇതാ എല്ലാരും ചോദിക്കുന്നുണ്ട് മമ്മൂന്റെ ഐഫോൺ ഐഫോൺ ഇതാ 17 ഇതാണ് മമ്മൂന്റെ ഐഫോൺ 14 Pro Max അല്ല 18 Pro Max ആണ്, പുതിയ ഇറങ്ങാൻ പോകുന്ന 18 Pro Max ആണ് മമ്മൂന്റെ കയ്യിലുള്ളത്. തെളിവ് സഹിതം പിന്നെ കുറെ തെളിവുണ്ട്, കാണിച്ചു തരാം. കാരണം എനക്ക് വിഷമമുണ്ട് മൊത്തം, എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അത്രയാടെ നിന്നിട്ട് പിന്നെ ഇപ്പൊ എന്റെ കൂടെ ചിലപ്പോ പല ആൾക്കാരും ഉണ്ടാവും, അവരെന്തിനാ നിക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്തിനാ നിൽക്കുന്നതെന്നും. അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിന്ന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗണാ, അപ്പം എൻ്റെ കൂടെ നിന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുക ഈ പറഞ്ഞ തൊപ്പീൻ്റെ കൂടെ നിന്നാലേ അവർക്ക് കിട്ടുക. കാരണം തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മനസ്സിലാവും? അപ്പോൾ ഓൻ്റെ കൂടെ നിൽക്കുമ്പോഴല്ലേ അവർക്ക് കൂടുതൽ ഗുണം ഉണ്ടാവുക. അപ്പോൾ അവരത് ചിന്തിച്ചു, അവർ സെൽഫിഷായിട്ട് അവർ ഇതാക്കി, അതുകൊണ്ട് അവർ നമുക്ക് തരാൻ പറ്റുന്ന ഹെയ്റ്റ് തന്നു. അത് അവരെ ഇതായിട്ട് കാണാം, അവരെ സർവൈവലായിട്ട് നമുക്ക് കാണാം. അവർ ജീവിക്കാൻ വേണ്ടി അവർ ഈ പറഞ്ഞ പോലെ അത് ചെയ്തു, അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ, മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ചെയ്തതെല്ലാം കണ്ടു നിന്നതിൻ്റെ ഒരു വിഷമം അതൊക്കെ ഉണ്ട്. നമ്മളായതുകൊണ്ട് ഇത്രയും ചെയ്യുന്നുള്ളൂ. വേറെ ആരെങ്കിലും കുറച്ചും കൂടി തണ്ടും തടിയിൽ ഒരുത്തനാണെങ്കിൽ ഇല്ലടാ കേറി അടിച്ച് അങ്ങനെ ഒരിക്കലും കഴിയില്ല, ഒന്നും കഴിയില്ല. ഇവൻ ഏത് തണ്ടും തടിയുള്ള ഏത് മസിലുള്ള അർണോൾഡ് ഷ്വാസ്നിഗർ ഇവന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇവൻ വായ കൊണ്ടും ഇവന്റെ മൈൻഡ് കൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ അവരെ നിർത്തിക്കും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്, അത് ഞാൻ തുറന്ന് ഞാൻ പറയാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ പറഞ്ഞ ഇതൊക്കെ ആണെങ്കിൽ പോലും അതിനുള്ള കഴിവ് ഓനിക്കുണ്ട്. അതുകൊണ്ടാണ് ഓൻ ഇന്നും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. ആ ഒരു കഴിവ് കൊണ്ടാണ് അത് ഓനുണ്ട് കഴിച്ച്. അത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഈ അപ്പാർട്ട് ഫ്രം ദിസ് ആ കഴിവ് ഉണ്ട്. അതുകൊണ്ടാണ് ഓൻ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ മണ്ടനാക്കി നമ്മളടക്കം മണ്ടനാക്കിയിട്ടും ഇത്രയും കാലം മുമ്പോട്ട് പോയത്. ഇനിയും ഓന് പറ്റാണ്ടൊന്നുമില്ല. ഓന് ഈ പറഞ്ഞ പോലെ ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓനിത് പറ്റും. ഓനിത് പുത്തരിയുള്ള കാര്യമൊന്നല്ല, ഓന് ആ മൈൻഡാണ്, ഓന് അതും പറ്റും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വന്ന് പറയുന്ന നിങ്ങൾ തന്നെ നാളെ പോയിട്ട് അവിടെ പോയിട്ട് ഇതാവും, നിങ്ങളാവും. കാരണം നിങ്ങൾ അങ്ങനെ ആക്കും, മനസ്സിലായി? അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാകുന്നല്ലോ, നിങ്ങൾ അങ്ങനെ ആവും. അതങ്ങനെയാണ്, അതിനുള്ളൊരു കൈവോനുണ്ട്. അതൊരു സംഭവമാണ്. അത് ആ കൈവോനിക്കുണ്ട്, അത് ഞാൻ പറയാം. ആദിൽ ഇവിടെ ഇല്ല, മനസ്സിലായി? ആദിൽ ഇവിടെ ഇല്ല. ആദിലും അസ്പാക്കും ഈ പറഞ്ഞ പോലെ ആദിലും അസ്പാക്കും ഇവിടെ ഇല്ല. അവര് എവിടെയുള്ള കണ്ണൂരല്ലേ? അസ്പാക്ക് കണ്ണൂരല്ല, ആദില് എവിടെ? തിരുവനന്തപുരത്ത് എന്തോ ഉള്ളത്. നാളെ വരും. അപ്പോൾ നാളെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം, മനസ്സിലാവും. പിന്നെ തൻസി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ആദ്യം മുതൽ
കാർ ഓടിക്കാനും വണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായ ഫ്രണ്ട്സാണ്. ഞാനും തൊപ്പിയും തൻസിയും ബച്ചു എന്ന് പറഞ്ഞിട്ടും മുനുവും ഫസൽ, നമ്മളൊക്കെ ഒരുമിച്ചുണ്ടായ ആൾക്കാരാണ്. നമ്മളൊക്കെ ഒരുമിച്ച് നടന്ന ആൾക്കാരാണ് പണ്ട്. ഈ പറഞ്ഞ ഇവൻ ഫേമസ് ആകുന്നതിനും ഇവൻ ഇതാകുന്നതിനൊക്കെ മുമ്പേ പണ്ട് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഇവൻ ഇങ്ങനെയല്ല. പണ്ടെല്ലാം നല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ഈ പറഞ്ഞ ഈ ഒരു ഇതുണ്ടല്ലോ, എന്ത് ഈ പറഞ്ഞ പോലെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനാടാ മെയിര് രാജാവ് എന്ന് പറഞ്ഞ ആ സാധനം ഇല്ലായിരുന്നു ഇവന്. ആ സാധനം ഇവനില്ലായിരുന്നു. അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ഫേമസ് ആയതിനു ശേഷം ഇല്ലായിരുന്നു. ഫേമസ് ആയി ഈ പറഞ്ഞ പോലെ ഒരു നന്മ ഇമേജ് ഇവൻ മുടിവെട്ടിയതിന് ശേഷം 6 മാസം കഴിഞ്ഞ ഒരു നന്മ ഇമേജും കൊണ്ട് ഇവൻ വന്നല്ലോ. അതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മൊത്തം പൊട്ടന്മാരെയും പറ്റിച്ചു. അപ്പോൾ എന്തോ ഒരു ഇത് വന്നു, മനസ്സിലായി? ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിക്കുന്നുണ്ടല്ലോ ഡെയിലി. പിന്നെ ഈ പറഞ്ഞ നമ്മളെ 4 ആൾക്കാരെ ഓന് പറഞ്ഞ വാക്കിൽ നിർത്തിക്കാൻ പറ്റുമെന്നായിരുന്നു ഓൻ ചിന്തിച്ചത്. പക്ഷെ ആടെ ഒന്ന് ഇതായി പോയി. ഇൻഫ്ലുവൻസിന്റെ പണി കൊടുത്തിന്. നീ മതിയാക്കെ മതി, അത്രേ ഉള്ളൂ ഗൈസ്. മതി. അങ്ങനെ അതൊന്നും ഇത് ശരിക്കും റിയലാന്നുള്ള ഒരു സാധനമൊന്നും വേണ്ട. അതാ ഞാൻ പറയുന്നത്. അതൊന്നും റിയൽ അല്ല, ഫേക്കാ. അത് പക്ക 100% ഫേക്കാവും. നന്മമാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് 100% ഫേക്ക് ആയിരിക്കും. ഓൻ നന്മ വരം കാണിക്കുന്നുണ്ടെങ്കിലോ, ഓൻ 2 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലോ, ഈ പറഞ്ഞ നിങ്ങൾ കണ്ടായിരിക്കും മറ്റേ ഇവരെ ഒരു വ്ളോഗ്, ഇത്താൻ്റെ ഒരു വ്ളോഗ് നിങ്ങൾ കണ്ടായിരിക്കും. അതൊന്നും പറയാൻ പറ്റാത്ത പോലും കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ഇത്താക്ക് പോലും ഫോൺ കൊടുക്കുമ്പോൾ പോലും ആ ഇത്താക്ക് ഫോൺ കൊടുക്കുമ്പോൾ പോലും ആ ഇത്താന ഈ പറഞ്ഞ പോലെ ഇതാക്കി. അതിൽ ഇവനിക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ വ്ളോഗ് എന്നുള്ള പൈസനെക്കാട്ടി കൂടുതൽ ഇവന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തൊപ്പി നന്മ, തൊപ്പി അങ്ങനെ ആയതു, തൊപ്പി ഇത് ചെയ്തു, ഇങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി, അങ്ങനെയുള്ള വ്യക്തിയാണ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവനെ ആൾക്കാർ വായത്തും. അതിലൂടെ ഇവൻ കുറച്ചും കൂടി നന്മ ഇമേജ് കൂടുമ്പോൾ ഓഡിയൻസ് കൂടുമ്പോൾ പണം കൂടും. ഈ പറഞ്ഞ പോലെ പണം കൂടുമ്പം ഇത് കൂടും, ഇവൻ്റെ എന്താ പറയുക, ആൾക്കാരെ ഇത് കൂടും. അപ്പോൾ ഇവന് ബിസിനസ് കൂടുതൽ കിട്ടും, ഇനോഗ്രേഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ ഇവന് കൂടുതൽ പൈസ ഉണ്ടാക്കാം. മനസ്സിലായി? ഇവൻ്റെ അൾട്ടിമേറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, പൈസ ഉണ്ടാക്കുക. അത് കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും 10 വർഷം കൂടുള്ളവന് ഊമ്പിച്ചിട്ടാണെങ്കിലും ഇവന് വേണ്ടി മരിക്കാൻ തയ്യാറായവരെ ചോട്ടിയിട്ടാണെങ്കിലും ഇവന് ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കണം. അതാണ് ഇവൻ്റെ മൈൻഡ്. പക്ഷെ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം എന്താ പറയുക, എന്തിനാ കൈസ് ഇത്രയും പൈസ ഒരാൾക്ക്? ഓൻ്റെ കയ്യിൽ ആവശ്യത്തിന് കൂടുതൽ പൈസ ഓൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് കിട്ടുന്ന ഈ 5 രൂപയെന്ന്, അതിൽ നിന്ന് 5 രൂപയെന്ന് 1 രൂപ നമുക്ക് തന്നിട്ട് 4 രൂപ ഓൻ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ എന്ന് പറയാം. ഇത് 5 രൂപ മൊത്തത്തിൽ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ എന്തൊക്കെ അത്യാവശ്യത്തിന് ചോദിക്കുമ്പം നമ്മളെ പുറംകാലം കൊണ്ട് ചവിട്ടാൻ പറ്റുന്നത്, അതെന്ത് മൈൻഡാണ് ഗൈസ്? അത് മാത്രമല്ലല്ലോ, നമ്മളിനിപ്പോൾ ഇൻ കേസ് എന്നോടൊക്കെ പറഞ്ഞിട്ടേനു, ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ട് നമുക്ക് ഒരു പൈസ കിട്ടും, നമുക്ക് റീൽ പ്രൊമോഷൻ ചെയ്താൽ എന്നോട് പറയാ ആ പൈസ ഒന്നും തരണം. ഞാൻ എന്തിന്? അത് നമ്മൾ ഗ്യാങ് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചാരിറ്റി? ഇതൊന്നും ആരും അറിയ പോലുമില്ല. ഇങ്ങനത്തെ എന്താ സംഭവമെന്നോ കാര്യങ്ങളൊന്നും അറിയ പോലുമില്ല. ലൈവിൽ ഏതോ സമയത്തോ പറഞ്ഞിട്ടില്ല ഒരു ചാരിറ്റി. ഞാൻ ഇറങ്ങിയ പിറ്റേ ദിവസമാണ് ഇവൻ പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്നത്. വേറെ പ്ലേറ്റ് മറിക്കലുണ്ട്. കാരണം ആൾക്കാർക്ക് ഒരു ഹെയ്റ്റ് കൊടുക്കാനുള്ള ഒരു സാധനം കൊടുക്കേണ്ടിട്ട് ചാരിറ്റിന്റെ ഇത് ചോദിച്ചപ്പോ ഷമീർ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓനെ പുറത്താക്കിയെന്നോ അല്ലെങ്കിൽ ഓൻ ഇറങ്ങിപ്പോയിന്നോ അങ്ങനെ എന്തും ഇവന് ക്രിയേറ്റ് ചെയ്യാം ഇവന്റെ ഇഷ്ടത്തിന്. പിന്നെ എനിക്ക് ഈഗോ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, ഒരു സ്ട്രീം ഉണ്ട്. അതിന്റെ തലേന്നത്തെ ലൈവില് ഈ പറഞ്ഞ പോലെ എന്നോട് അടിയാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നല്ല ഇതുണ്ട്, ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ നല്ല തെറിയും പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഇതൊക്കെ സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മളെ പറ്റിക്കും. അതിന്റെ മുമ്പൊക്കെ ഇടക്കിടക്കെ ഇട്ട് നിങ്ങൾക്ക് ഓരോ കുത്ത് വരും. ഷമീർ ഇപ്പൊ പണ്ടത്തെ പോലെ വൈബില്ല, ഷമീർ പണ്ടത്തെ പോലെ ചിരിക്കുന്നില്ല. നിങ്ങളെന്ത് മനസ്സിലാക്കി ഇതൊക്കെ റെഡിക്കുള്ള സംഭവം? ഇതൊക്കെ ഓരോ ഇഞ്ചക്ഷൻ പോലെ ഓരോരോ സാധനം തരും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളും വിചാരിക്കും സത്യമാണല്ലോ ഷമീർ ഇപ്പൊ പണ്ടത്തെ പോലെ വൈബില്ല, അപ്പൊ ഫെയിം കിട്ടിയപ്പോ ഷമീർ ഇപ്പൊ നീ അതിനെ ഇതാക്കിയല്ലേ. ഇതൊക്കെ നിങ്ങൾ അതാ പറഞ്ഞത്, അത്രത്തോളം മാനിപ്പുലേഷൻ പവർ ഉണ്ട്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് തരൂല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാവൂല. ചെറുങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആക്കിപ്പിക്കും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഡെയിലി ചെറിയ അളവിലേ അത് പറയും. അപ്പൊ അത് ഒരാഴ്ച അത് അങ്ങനെ പറഞ്ഞ് വരുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വരും. അതെന്തായാലും വരും. കാരണം ഈ പറഞ്ഞ പോലെ അത് വരും. അതാ ഞാൻ പറഞ്ഞത്, അതാണ് അവന്റെ കെയ്വ്. മനസ്സിലായി? അതാണ് അവന്റെ കെയ്വ്. അത് വണ്ടിന്നൊക്കെ ചില സമയത്ത് പറയും ചെയ്യും, എടാ
ഡാഷുകളെ നീയൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന വരച്ച വരയെ കൂടിയാണ് എല്ലാം പോകുന്നത്. അതുകൊണ്ട് അധികം സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ അതായത് ഇവന്റെ മൈൻഡ് എന്താ അറിയോ, ലോകത്തുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലുള്ള ആൾക്കാരെ മൊത്തം ഇവൻ പറ്റിച്ചു, അവരെ മൊത്തം ഇവൻ മണ്ടനാക്കി, മനസ്സിലായി? അവരെ മൊത്തം ഇവൻ അതിന്റെ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ട് ഇവൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവനാണ് രാജാവ്, ഇവനാണ് ഇത്. കാരണം ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞാൻ പറ്റിച്ച്, അപ്പൊ ഇവന്മാരൊക്കെ ഞാൻ മണ്ടനാക്കി, അപ്പം അങ്കാന്ന് ഏറ്റവും ബുദ്ധി, അല്ലെങ്കിൽ അങ്കാന്ന് അതിനുള്ള ബ്രില്യൻസ് ഉള്ള തന്നെയാണ്. പക്ഷെ അത് അതിൽ ഇവൻ ഈ പറഞ്ഞ പോലെ ഒരു ഇതെടുത്തിട്ട് ആ ഒരു ഇതിലാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. ഏത് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നും ബുദ്ധിയില്ല, ഇതില്ല, കഴിവില്ലാത്ത ആൾക്കാരായിട്ട് ആണ് കണ്ടത്, മനസ്സിലായോ? എന്നെ പിന്നെ കുറച്ച് ഇവൻ ഈ പറഞ്ഞ പോലെ എന്നെ കുറച്ച് ഇതാക്കാൻ തുടങ്ങിയത് എപ്പാന്ന് വെച്ചാൽ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. ഇവന്റെ സെയിം ലെവൽ ഓഫ് വ്യൂവർഷിപ്പ് എനിക്ക് യൂട്യൂബിൽ കിട്ടി. 10, 15, 16K വ്യൂവർഷിപ്പ് എനിക്ക് യൂട്യൂബിൽ വന്നപ്പം ഇവനൊന്ന് ഒരു ഇതടിച്ചു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ ഇനി വീഡിയോ കോള് ലൈവിൽ ചെയ്യരുത്, ഡേറ്റിംഗിന്റെ ഇതിൽ ആപ്പുകളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അതായത് ഇവൻ എങ്ങനെയൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ലൈവിലുണ്ടോ വേറെ ആൾക്കാർ അറിയാണ്ട് ഒരു ദിവസം ഞാനും അമ്മും ഒന്ന് കേറിപ്പോയി. എങ്ങനെ ലൈവ് അന്ന് കേട്ട തെറിക്ക് കയ്യും കണക്കൂല. എന്നോട് പറഞ്ഞു, എടാ നിന്നോട് ആരാ ലൈവ് കയറാൻ പെർമിഷൻ തന്ന്, നിന്നോട് എടാ നമ്മളത് മനസ്സ് പോലും ചിന്തിച്ചില്ല, നമ്മള് ഷെമീറിന്റെ ലൈവ് അല്ലേ, ജസ്റ്റ് ഒന്ന് കേറിപ്പോയത്. കാരണം നമ്മള് വൈബും നമ്മള് ഹാപ്പിനെസ്സും നിങ്ങൾ തോന്നിക്കുന്നത് നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഇവന്റെ ഒരു ലൈവിലേക്ക് പോയെന്ന്, അതായത് ഷെമീർ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കും പിന്നെ ലൈവിലേക്ക് കയറാനുള്ള ഒരു നമ്മൾ പോകുമ്പോ ഇറങ്ങിയിട്ടില്ല. മലേഷ്യൻ ട്രിപ്പ് ആരെ ഇതാക്കി നോക്കിണ്ട്, എടാ മണ്ടന്മാരെ, ആ വ്ളോഗിന്റെ ലാസ്റ്റില് പറയുന്നുണ്ട് അത് പ്രൊമോഷനാണ്, ഇന്ന ടീമാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവരാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവര് ഭയങ്കരം ടീമാണെന്ന് പറഞ്ഞ് ആ വ്ളോഗിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അത് ഇവന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പൈസ അല്ല, അതിൽ ഇവൻക്കുള്ള ഗുണങ്ങൾ രണ്ടാ. ഈ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് ആൾക്കാരെ മുമ്പിൽ ഈ നമ്മളെ കൊണ്ടുപോയി എന്നുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം അത് ആൾക്കാരുടെ മുമ്പിൽ മമ്മു ഫ്ലൈറ്റിൽ കയറി കണ്ടന്റ്, അതിലൂടെ ഉണ്ടാക്കുന്ന പറ്റുന്ന പൈസ. പിന്നെ ഇതിൽ പൈസ മുടക്കണ്ട, ഈ പറഞ്ഞ പോലെ ഇവര് മുടക്കും, ആര് ഈ കൊണ്ടുപോകുന്ന ആൾക്കാര് പൈസ മുടക്കും, മനസ്സിലാ? അപ്പൊ ആ പൈസ ലാഭാ, ഓനിക്കിതിൽ ലാഭമല്ലേ ശരിക്കുള്ളൂ, മനസ്സിലാ? എടാ 4-5 ദിവസം ആ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ട്രിപ്പിൽ എന്ത് ഒരു ദിവസത്തെ വ്ളോഗോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഈ മറ്റെന്താ പറയുക, ഫ്ലൈറ്റിൽ നിന്നുണ്ടായ കോൺട്രവേഴ്സിയും പിന്നെ ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞില്ലടാ നിങ്ങളെ. ഞാൻ തന്നെ എത്ര മലേഷ്യ എന്ന് പറഞ്ഞിട്ട് നീ അതെ ഞാൻ മലേഷ്യയിലെ ഇതേപോലത്തെ സ്ഥലത്തെല്ലാം വന്ന IR ചെയ്തൂലേ, അതൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ ലൈവ് ഒന്നും ചെയ്യാത്ത ടൈമാ. നമുക്ക് ഇതാ ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ, നീ അതെ മലേഷ്യയിലും മറ്റൊരു IR ചെയ്തൂലേ, നല്ല സ്ഥലങ്ങളും നല്ല ആൾക്കാരും നല്ല ഫുഡ് പിന്നെ സ്ട്രീറ്റ് ഇതെല്ലാം ഉണ്ട്. വേണ്ട, അത് ഞാൻ കുറച്ച് ബ്രേക്കിലാണ്, അപ്പൊ നിങ്ങളും കുറച്ച് ബ്രേക്കിലാ നിക്ക്. എന്റെ അത്ര ഇതാകണ്ട, ഞാൻ കഴിഞ്ഞിട്ട് മതി. ഞാൻ തുടങ്ങുമ്പോ തുടങ്ങുക, ഞാൻ നിർത്തുമ്പോ നിർത്തുക, കേട്ടാ? ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ വേണം, നിന്നാ മതി. ഇങ്ങനത്തെ ഭരണാണ് ഭയങ്കര ഭരണം. കാരണം അന്നലെ ഞാൻ സത്യമായിട്ട് പറയാം, സത്യമായിട്ട് പറയാം, അന്നലെ ആടെ ഒരു നായ്, അതായത് പട്ടീനെ പോലെയാണ് എന്നെ കാണുന്നത്, പട്ടീനെ പോലെയാണ് കാണുന്നത്. മുഖത്ത് ചവിട്ടും അലക്കി, ഞാൻ വാഷിംഗ് മെഷീൻ്റെ ആണെന്നല്ല അലക്കാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഒരടി വരും. എന്താണ് അവൻ കൂടി എടുക്കാതെ അതിന്റെ തന്ത വന്നിട്ട് എടുക്കുന്ന ചോദിക്കല്. തന്തക്കൊന്നല്ല, അതിന്റെ അപ്പറ വിളിക്കല്, വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കല്. അവരൊന്ന് അലക്കി തരുമോ ചോദിക്കും. ഞാനെന്താ പറയാ, ഞാൻ അവിടെ കേട്ടിങ്ങനെ നിൽക്കും. വേറെ ഒരു ആൾക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയില്ല. ഇങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ അവിടെ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും അവിടെ ഇരിക്കും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയും, എന്താടാ എനിക്കെന്താ ദേഷ്യം ഉണ്ട് എന്നെ അടിച്ചേന്, എനിക്കെന്നെ ദേഷ്യം ഉണ്ട് അടിച്ചേന്, അടിക്കണ അതെല്ലാം പറഞ്ഞ് കുറച്ച് ഇതാക്കി ഒരു സ്നേഹം ഒരു സ്നേഹം ആണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞത് സ്നേഹം മൊത്തം തെറിയും അടിയും ഇവന്റെ ഈ ഭരണം അല്ലാണ്ട് ഞങ്ങൾക്ക് തോന്നി ഈ ഭരണം പോലും പുറത്തുള്ള ഭരണം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് അത്രയും വലിയ ഒരു ഭരണമാണ് ആടുണ്ടായത്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഉമ്മാമാന്റെ ഇത് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉമ്മാമാന്റെ ഇത് അത് ഒന്നും അല്ലല്ലോ, അത് നാച്ചുറൽ അല്ലേ? നാച്ചുറലാണ്. ഇതൊക്കെ ഇത്രയും പൈസ ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ ആ സമയത്ത് ഇല്ല, അറിയില്ല. കാരണം അത് എനിക്കടക്കം അവിടെ പേടിയാടാ എനിക്ക്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ 2.5 കൊല്ലമായിട്ട് മമ്മു നീ എന്താ പിന്നെ അങ്ങനൊന്നും ആ ടൈം ഇറങ്ങാൻ എനിക്ക് പേടിയാ എനക്ക്. കാരണം എന്റെ വീട്ടിൽ ഞാനും അനിയനും ഉമ്മയേ ഉള്ളൂ. ഇവൻ വേറെ ആളെ കൊണ്ട് തല്ലി, അതായത് അടി കൊള്ളിപ്പിക്കാൻ വരെ ഇവനിക്ക് ഇതുണ്ട്. എന്തായാലും പറയടാ,
എനിക്ക് അറിയാത്തോണ്ട് ഈ ചോദിക്കുന്നാ. ഗുണ്ടകളും ഗുണ്ടകൾ സ്വാധീനം എല്ലാ സംഭവവും ഉണ്ട്. സ്വാധീനം അത് ഞാൻ പറയാം ഞാൻ guys. പറഞ്ഞത് ആ. കഴിഞ്ഞാ. അപ്പൊ അത്രയും എനിക്ക് പവർ ഇതുണ്ട്. കാരണം ഞാൻ ഈ ഒറ്റക്ക്, അതായത് അമ്മു എന്നുള്ള ഞാൻ ഒറ്റക്ക് ഇവനെതിരെ പ്രതിരോധിച്ചാല് ഇവൻ എന്തെല്ലാം നിങ്ങളെ ഇതാക്കും അറിയാം നിങ്ങക്ക്. എനിക്ക് ശരിക്കും പേടിയുള്ളത് കൊണ്ടാണ് ഇത്ര നാൾ വരെ. പിന്നെ എനിക്ക് ധൈര്യം വന്നെന്ന് വെച്ചാല് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്ന്. കാരണം നമ്മളെല്ലാരും അനുഭവിച്ച് നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ആൾക്കാരെ ഇതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഉള്ളത് പറയാം. എനക്ക് പേടിയായോണ്ട് മാത്രമാണ്. എനിക്ക് വീട്ടില് ഉമ്മിയാനിയനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എനിക്ക് അവരെ പോറ്റണം. നമുക്ക് അവരെ ഒന്നുമില്ലെങ്കിലും മാസം ഒരു 5000 കൊടുക്കുകയെങ്കിൽ ഞാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയുമോ, ഞാൻ പണിക്കെങ്കിലും പോയി ഞാൻ പണ്ടും കുറെ പണിക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോ ഒന്നുമില്ലെങ്കിൽ മാസം ഒരു 10,000 ഒരു 5,000 കൊടുക്കുന്ന വിധത്തിൽ എൻ്റെ ഉമ്മാനും അനിയനെ ഇപ്പൊ എന്നെ പോലെ ഇപ്പൊ നടക്കുന്നു വീട്ടില്. അതായത് ഞാൻ എങ്ങനെയാണോ പണ്ട് വന്നത് അതേപോലെയാണ് ഇപ്പോ എൻ്റെ അനിയൻ നിൽക്കുന്നത്. പഠിച്ചിട്ട് ഏടിലോ പണിക്ക് പോയാലോ എന്നെ പോലെ തന്നെ. അതായത് 2 ദിവസം പണിക്ക് പോവും, പിന്നെ 3-ാമത്തെ ദിവസം പണിക്ക് പോവില്ല. എന്നെ പോലത്തെ അതെ എൻ്റെ കയറി ഉമ്മേനെ എന്നെ പറയും നിന്റെ ഇതേപോലെ തന്നെ വരുന്നുണ്ട്, നിന്നെയും കൂട്ടിക്കോന്ന്. ഞാൻ പറയും ഇവന് എന്തിനാ കൂട്ടുന്നു? ഇതേപോലെ ഏട്ടനും അനിയനെയും ഇങ്ങനെ ആക്കി എന്നുള്ള പേര് വരാൻ വേണ്ടിയിട്ടാണോ? ഈ രണ്ട് നായ്ക്കൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനിയനും ഇവിടെ കൂട്ടി വരേണ്ടത്. അങ്ങനെയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞു വേണ്ട. ഇവന് എന്താ വെച്ചാൽ ഞാൻ ഉമ്മാനോട് ഞാൻ ഉമ്മാനോട് എന്തെങ്കിലും ഉമ്മക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഞാൻ പൈസ ഉണ്ടാക്കും, ഞാൻ കുടുംബം പോയിട്ട് എൻ്റെ ഉമ്മനെ ചോദിച്ചാൽ എപ്പാ അമ്മ നീ പോറ്റാ. ഉമ്മ സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഉമ്മാനോട് എന്താ പറയണേ, ഞാൻ വരുമ്പോ പോലെ ഞാൻ ഉമ്മാനോട് ഒരു 500 റുപ്യ ഞാൻ ഇതുവരെ ഞാൻ പണ്ടെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു 500 റുപ്യക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചോദിച്ചത്. ഉമ്മ ഒരു 500 റുപ്യ തരുവാണ്. അത് ഉമ്മ ചോദിക്കാൻ പോയതെന്ന് വെച്ചാല് അയൽവാസികളോടാ. ഈ അയൽവാസികളെയും ഇവരെല്ലാം വിചാരം മമ്മു കുറെ ഉണ്ടാക്കുന്നുണ്ട്, കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ല തൊപ്പി കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുമ്പോ അപ്പൊ മമ്മുവിന് പൈസ ഉണ്ടാവും എന്നുള്ളൊരു സാധനം ആൾക്കാരെ മനസ്സിലുണ്ട്. അപ്പോ പറയും അയൽവാസി ഉമ്മേനെ എന്നോട് പറഞ്ഞ കാര്യം ഇത്, അനക്കൊരാളും പൈസ തരുന്നില്ല. ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം, ഉമ്മാക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്ന് ഉമ്മ അയൽവാസിനോടാ പൈസ വയ്ക്കല്. അനക്കാരും പൈസ തരൂല മമ്മു. എന്നോട് ഉമ്മ പറഞ്ഞ കാര്യം, അനക്കാരും പൈസ തരുന്നില്ല. കാരണം നീ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ഇങ്ങനെ ലൈവിൽ കാണിക്കുമ്പോൾ ഇത് ആൾക്കാർ കണ്ടിട്ട് ഇവരെന്നോട് പറയും എന്റെ മോൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ മമ്മു, മോനോട് പോയി ചോദിക്കുന്നു പറയും. അല്ലാണ്ട് പൈസ കിട്ടുന്നില്ല. അതാണ് ഇവന്മാരെല്ലാം മനസ്സിലെന്ന് വെച്ചാല് മമ്മൂനും എല്ലാവർക്കും പൈസ ഉണ്ടെന്ന്. പക്ഷെ അതില്ല. സത്യം പറഞ്ഞാൽ ഇനിയും ഞാൻ പറയുന്ന കേക്ക് ജനങ്ങളെ പ്ലീസ്, പൈസ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. വേറൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ ഇവന് നല്ല ഗുണ്ടാ കണക്ഷൻസും പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഗുണ്ടാ കണക്ഷൻസും പരിപാടികളും ലോക്കൽ കണക്ഷൻസും എല്ലാ സംഭവം ഇവനുണ്ട്. സോ നമ്മളെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ലൈവിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കണ്ടാൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും നമ്മളെ 5 പേരിൽ ആയിരിക്കെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ അതിന് ഈ പറഞ്ഞ പോലെ തൊപ്പിയോ റാമ്പോ അതിനൊരു കാരണമാവോ നമുക്ക് പേടിയുണ്ട്. ഞാൻ പറയാം, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആരെ വെച്ചോ എങ്ങനെ വെച്ചോ നമ്മൾ എന്തെല്ലാം ചെയ്യിപ്പിക്കാന്നോ ഒരു കാര്യം അറിയില്ല. സോ നമ്മള് ഇനി സേഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാ. നമ്മളിനി സേഫ് അല്ല. നമ്മളെപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള ഇതുണ്ട്, മനസ്സിലായോ? എടാ ഞാൻ നേരത്തെ ആ ചേച്ചിനോട് ചോദിക്കുന്ന കേട്ടില്ലേ, ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു ഇവിടെ CCTV എവിടെ പോലീസുകാർ നമ്പർ. കാര്യമാണ് ജാസി, എന്തെങ്കിലും സേഫ്റ്റിക്ക് നമുക്ക് എന്തെങ്കിലും, അതായത് 2 ആള് അടിക്കാൻ വരുമ്പോ ഉള്ള ഒരു സാധനം എന്തെങ്കിലും കൊള്ളിയെങ്കിലും എടുത്തു വെക്കാൻ ഞാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ ഡോറും ഇതെല്ലാം ലോക്ക് ചെയ്താ കിടക്കുന്ന, പക്ഷെ മൊത്തം പൂട്ടില്ല. പക്ഷെ നമുക്ക് പേടിയാ, കൊല്ലാൻ പോലും മടിക്കൂല. നമുക്ക് പേടി, അത്രയും പേടിയുണ്ട്. നമുക്കിവിടെ നമ്മളെ ഉള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ നമ്മളെ കൂടെ ആരുമില്ല. അതാണ് നമ്മളിപ്പോ. ജാസിക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ തന്നെ തോന്നിയിനി ഇവനാ. ജാസിക്ക് അത് തോന്നിയില്ല, എനിക്ക് വല്ല തെറ്റും പറയാനില്ല കേട്ടാ. ജാസിക്ക് അത് തോന്നിയില്ല, എനിക്ക് വല്ല തെറ്റ് പറയാനില്ല. കാരണം അങ്ങനെ ഇവൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അത്ര വലിയ അനുഭവം എനിക്ക് ഉണ്ടായില്ല. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇത് എന്നല്ലാണ്ട് ബാക്കിയുള്ള ഒരുവിധം ഈ പറഞ്ഞ പോലെ എനിക്കൊരു വാച്ചിങ്ങും എനിക്കൊരു ഇതും കണ്ടപ്പോൾ എന്നെ ഒരു ലെവലിൽ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരു വില ഇവൻ തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഇതാക്കാൻ നിൽക്കൂല. കാരണം എന്താ അറിയോ, റാംബോ എന്നോട് അധികം
അത് ഒരു സമയത്ത് ഇവൻ തന്നെ റാംബോ കൊണ്ട് ഇതാക്കിയോണ്ട് റാംബോ അധികം ഭരിക്കാൻ നിൽക്കില്ല. പക്ഷെ എന്നെ അത്രയും നിയാദിനെക്കാട്ടും ഇല്ലെങ്കിൽ നിയാദിന്റെ അതേ ലെവലിൽ തന്നെ എനിക്കും ഇവരൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനം അത്രയും പുറത്തുമുട്ടി ഞാൻ പറഞ്ഞു, എടാ നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഓടിയാലോ, കാരണം ഇല്ല നാട്ടുകാരോട് പറഞ്ഞിട്ട് നാട്ടുകാർ ഈ കാര്യം അറിയിപ്പിച്ച് ഇവരെ പിടിച്ച് അടുപ്പിച്ചാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. കാരണം വെച്ചാൽ അത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് എടാ നമുക്കില്ല ചില കാര്യങ്ങൾക്ക് സഹിക്കാൻ പറ്റൂടാ. പക്ഷെ അല്ലേ ഈ സഹിക്കാൻ പറ്റാത്ത കുറെ അതായത് ഒരാണ് എന്നുള്ള നിലക്ക് അവന്റെ അഭിമാനം അല്ല ആ രീതിയിലല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ പണികൾ ചെയ്യുമ്പോഴും പിന്നെ പട്ടീനെ പോലെ കാണുമ്പോഴും ഒരു അടിമനെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും പറയുന്ന സംസാരം അത്രത്തോളം വൾഗറായിട്ട് പറയുമ്പോഴും അത് എടാ ഉണ്ണെ ഒരു വിലയും ഇത് കാര്യങ്ങളൊന്നുമില്ല, നീയൊക്കെ അത്രയും താഴത്ത് തരും, നിന്നൊക്കെ ഇവിടെ എത്തിച്ച് ഞാനൊക്കെ ഇന്ന സംഭവങ്ങളൊക്കെ ആക്കിയിട്ടാണ്. അതുകൊണ്ട് അവിടെ രാഷ്ട്രീയക്കാർ ഒരാൾക്ക് ഒരു വീടുണ്ടായി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിലുള്ള ആൾക്കാർ മരിക്കുന്നവരെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂടാ. അതെപ്പോഴും എല്ലാ ദിവസവും പോയി പറഞ്ഞു കൊടുക്കുക, എടാ നിന്നിങ്ങനെ ആക്കിയതാണ്. എടാ അവർക്ക് എപ്പോഴെങ്കിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇതേ അവസ്ഥ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ഒരു 1000 റുപ്യ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടി കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചായ കൂടുതൽ എടുക്കുക, എന്തെങ്കിലും നമുക്ക് വേണ്ട ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും പറയും. അതായത് എടാ നീ എന്താ വായുവിട്ടടാ ഇത് പറയാൻ പോലും യോഗ്യതല്ല, ആ രീതിയിൽ നമ്മൾ പറയും. എത്രയോ പ്രാവശ്യം കേട്ടു, വണ്ടിയിൽ തന്നെ പറയും. നമുക്ക് തന്നെ സ്വയം 1 മാസം 2 മാസം ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും നമുക്ക് സെൽഫ് റെസ്പെക്റ്റോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇതുണ്ട് എന്ന് നമ്മളെ തന്നെ നമുക്കൊരു വില കൊടുക്കില്ല, അതുപോലും നഷ്ടപ്പെടും. അതില്ലേ നമുക്ക് തന്നെ ഒരു തോന്നല് നമുക്ക് തന്നെ വരും, നമ്മളൊരാണാണോ അല്ലെങ്കിൽ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു